Okay, thank you, Dr. Dhanesh. Thank you, Doctors in English session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന വെബ് പരമ്പരയുടെ 1525-ാം ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ സ്മിത രഘുനാഥനാണ്. ഇന്നത്തെ ഡോക്ടറുടെ മെറ്റീരിയ പഠനം എന്നുള്ള വിഷയത്തിൽ ഇന്ന് ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ സ്മിത ഇന്ന് എടുക്കുന്ന വിഷയം മെറ്റീരിയ പഠനം, സെപ്പിയ, മ്യൂറക്സ്, ഓയിസ്റ്റർ, ഈ 3 മെഡിസിനുകളെ കുറിച്ചുള്ള മെറ്റീരിയ പഠനമാണ് ഇന്നത്തെ വിഷയം. വളരെ നല്ല ഒരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടറെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വരപ്പം. നന്ദി. ഡോക്ടറെ ക്ലാസ് തുടങ്ങാം. ഡോക്ടറെ ഒരു മിനിറ്റ്. നമ്മുടെ IFBHന്റെ വേദിയിൽ ഡോക്ടർ ആദ്യമായി എത്തുകയാണ് ഒരു പ്രസന്റേഷനുമായിട്ട്. എന്ന് മാത്രമല്ല ഡോക്ടർ BHMSന് ശേഷം സ്വന്തമായിട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ലിനിക്ക് നടത്തുകയാണ്. ഡോക്ടർ സ്മിതാസ് MIHMS സെന്റർ ഫോർ അഡ്വാൻസ് ഹോമിയോപ്പതി ഇത് തൃശ്ശൂരും കാലിക്കറ്റും ഉണ്ട്. തീർച്ചയായും അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെ നമ്മുടെ വേദിയിൽ അവതരിപ്പിക്കുകയാണ്. ഡോക്ടർ തുടർ ക്ലാസ്സുകൾ വളരെ നല്ല രീതിയിൽ എടുക്കാമെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറുടെ പേര് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡോക്ടർ സ്മിത രഘുനന്ദനൻ എന്നാണ്. Thank you, Dr. Dhanesh. Thank you, Dr. Shaila, for inviting me to this platform. ധനേഷ് സാറ്, ഞാൻ കുറെ പ്രാവശ്യം എടുത്തിട്ടുണ്ട് IFPHൽ. 2-3 പ്രാവശ്യം സെഷൻസ് എടുത്തിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യമല്ല, തുടക്കത്തില്. അതെ, ഞാനത് പിന്നീടാണ് ശ്രദ്ധിച്ചത്. ഓക്കെ, നമുക്ക് ഇന്നൊരു കേസ് ചെയ്യാം. ഞാൻ ശങ്കര സാറിന്റെ ഫോളോവർ ആണ്, അദ്ദേഹത്തിന്റെ ശിഷ്യയും കൂടിയാണ്. അപ്പോൾ അതർ സോങ് അക്കാദമിയിൽ പോയി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അധികം സെൻസേഷൻ മെത്തേഡിലാണ് ചെയ്യുന്നത്. കിങ്ഡം ഡിഫറൻസിയേഷൻ, ആ ഒരു ലെവലിലാണ് നമ്മൾ കേസസ് പൊതുവെ ചെയ്യാറ്. അപ്പോൾ ഒരു ഫിഷർ കേസ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്തിട്ട് അത് വെച്ചിട്ട് ആ ഒരു കേസ് ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് നമുക്ക് സെഷൻസ് ആരംഭിക്കാം. അപ്പോൾ ഡോക്ടർ നസീമ ഒന്ന് കേസ് വായിച്ചാൽ നല്ലതായിരുന്നു. നസീമയ്ക്ക് അൺമ്യൂട്ട് ചെയ്യാലോ അല്ലേ? നസീമ ഡോക്ടറാണോ? അതെ, നസീമ ആയിരിക്കും കേസ് വായിക്കാൻ. ഡോക്ടർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. കോഹോസ്റ്റ് ആക്കിയാലേ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും. സ്ക്രീൻ ഷെയർ ആണോ? സ്ക്രീൻ ഷെയർ അല്ല, വായിക്കുന്നേ ഉള്ളൂ. ശരി, ഇപ്പൊ കോഹോസ്റ്റ് ആയിട്ടുണ്ടേ നസീമ ഡോക്ടർക്ക്. നസീമ തുടങ്ങിക്കോളൂ. ഓക്കെ, അപ്പം ഞാൻ കേസ് വായിക്കാം കേട്ടോ. ഇതൊരു ഫിഷർ കേസാണ്. 32 years ഓൾഡുള്ള മെയിലിന്റെ കേസാണ് കേട്ടോ. അപ്പം കേസ് നമ്മളടുത്ത് വന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 7 years ആയിട്ട് ഇവർക്ക് കംപ്ലൈന്റ് ഉണ്ട്. സിൻസ് 1 year ആയിട്ട് കംപ്ലൈന്റ് ഭയങ്കര കൂടുതലാണ്. ഫിഷർ ഇൻ ആനോ ആണ്. സോ മുന്നേ ഇവർക്ക് സ്ലൈറ്റ്ലി ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടായിരുന്നു, മച്ച് നോട്ടീസബിൾ അല്ല. പക്ഷെ ഇപ്പം വന്ന് ഭയങ്കര കൂടുതലാണ്. ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഭയങ്കര പെയിൻ ഉണ്ട്. പെയിൻ്റെ അവർ പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തൊലി പോയി കഴിഞ്ഞാൽ തോന്നുന്ന പോലത്തെ വേദനയാണ്, ഒരു നീറ്റലാണ് എന്നാ പറയുന്നത്. അതേപോലെ തന്നെ സ്റ്റൂൾ ഒക്കേഷണലി ഡിഫിക്കൽട്ട് ആണ്, ക്രാക്സ് ഉണ്ടാവും, പെയിൻ വരും സ്റ്റൂൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ. എസ്പെഷ്യലി വെൻ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് അല്ലെങ്കിൽ വാട്ടർ ഇൻടേക്ക് കുറഞ്ഞു കഴിഞ്ഞാലാണ് ഈ സ്റ്റൂളിന്റെ ഡിഫിക്കൽട്ടി പാസേജ് ഉണ്ടാകുന്നത്. പിന്നെ ഒക്കേഷണലി ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടാവും. അതുപോലെ വേറെ പറയുന്ന പ്രസന്റിംഗ് കംപ്ലൈൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഫോൾ ഉണ്ട്. സിൻസ് 7 years ആയിട്ട് ഹെയർ ഫോൾ ഉണ്ട്, 6 months ആയിട്ട് ഇൻക്രീസ്ഡ് ആണ്. ഫാമിലിയിൽ ബോൾനെസിന്റെ ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ്സിൽ 2012 മുതൽ 2012 ജോണ്ടിസ് ഉണ്ടായിരുന്നു, അത് റിലീവ്ഡ് ആയി. പിന്നെ റെക്കറന്റ് അറ്റാക്ക് ഓഫ് ടോൺസിലൈറ്റിസ് ഉണ്ട് ചൈൽഡ്ഹുഡ് തൊട്ട്. ഹിസ്റ്ററി ഓഫ് ഫാമിലി ഇൽനെസ്സിൽ മദറിന് ഡയബറ്റീസ് ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. ഫാദർ ബ്രെയിൻ ട്യൂമർ വന്നിട്ട് ഡയഡ് ഇൻ 2016 പ്ലസ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നു ഫാദറിന്. ജനറൽസ് പറയുകയാണെങ്കിൽ ഫിസിക്കൽ ജനറൽസ് ഗുഡ് ആണ്. പിന്നെ ഡ്രീംസിന്റെ സ്പെസിഫിസിറ്റി അവർ പറഞ്ഞേക്കുന്നത് ആനേനെ അതുപോലെ തന്നെ പാമ്പിനെയൊക്കെ സ്വപ്നം കാണുന്നുണ്ട്. മെയിൻലി സ്വപ്നം കാണുന്നത് എപ്പോഴാന്ന് വെച്ചാൽ തലേ ദിവസം ഇപ്പം വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലാണ്
മെയിൻലി പാമ്പ് ആനയൊക്കെ സ്വപ്നം കാണുന്നത്. പിന്നെ മെന്റൽ ജനറൽസ് ചോദിച്ചപ്പോൾ പറയുന്നത് ഹി വാസ് ഇൻ ബോട്സ്വാന, ഇൻഡസ്ട്രിയൽ വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്, എഞ്ചിനീയറിംഗ് ആയിരുന്നു, ബോംബെയിലാണ് പഠിച്ചതും വളർന്നതും. ടെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പ്രകടിപ്പിക്കുന്ന ആളല്ല, മനസ്സിലുണ്ടാവും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഷൗട്ട് ചെയ്യും, ദേഷ്യം പെട്ടെന്ന് വരും. ടെൻഷൻസ് പറയുമ്പോൾ മുന്നോട്ട് എന്ത് സംഭവിക്കും അറിയാതെ വരുമ്പോൾ ടെൻഷൻസ് വരും. അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരു പിടുത്തം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ദേഷ്യം വരും. പെട്ടെന്ന് ദേഷ്യം വരും, ഉറക്കെ സംസാരിക്കും. ഫോർ എക്സാമ്പിൾ, അവർക്ക് ദേഷ്യം വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. എക്സാമ്പിൾ അവർ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാല് ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം വെച്ചിട്ടില്ലെങ്കിൽ ദേഷ്യം വരും എന്നൊക്കെയാണ്. കൈയും കാലും വെച്ച് അവർ ചുമരിലടിക്കും, അങ്ങനെയാണ് ദേഷ്യം തീർക്കുന്നത്. അപ്പം കുറച്ചു ആശ്വാസം കിട്ടും എന്ന് പറയുന്നുണ്ട്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് 10 മിനിറ്റ് നിൽക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗിൽട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. പിന്നെ പുറമെ പൊതുവെ ദേഷ്യം വന്നാലും പ്രകടിപ്പിക്കാറില്ല. എക്സാമ്പിൾ, റോഡിൽ ഒക്കെ പോകുന്ന സമയത്ത് വണ്ടി പാർക്ക് ചെയ്ത് ഹോൺ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഡിലേ വന്നാലും ദേഷ്യം വരും, എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നും. പക്ഷെ അത് മെയിൻലി പ്രകടിപ്പിക്കാറില്ല. മറ്റന്നാ അവരെ നോക്കാൻ പറ്റും. ആ. ഞാൻ കണ്ടത് 5 ഉം 3 എഴുതിയിരിക്കണേ. വേറെ ടെൻഷൻസ് ചോദിക്കുമ്പോൾ ഒരെണ്ണം അച്ഛൻ എന്റെ ഇതുപോലെ മരിച്ചു. കയറി പൊട്ടി. ഞാൻ പിന്നെ സർജറിക്ക് അയച്ചത്. അനിൽകുമാർ ഡോക്ടറെ, അയ്യോ, ഓക്കെ, സോറി അച്ഛൻ ഫോർ ദ മരി ഡിസ്റ്റർബൻസ്. ഓക്കെ, ഓക്കെ നോ പ്രോബ്ലം. അച്ഛൻ മരിച്ചപ്പോഴാണ് മെയിൻലി ടെൻഷൻ ഉണ്ടായിരുന്നത്. ഇനി അച്ഛൻ ഇല്ലല്ലോ എന്ന് ഓർത്ത്. അപ്പം അച്ഛൻ ലൈക്ക് ആ ഒരു പേഷ്യന്റിന് അച്ഛൻ ഫ്രണ്ട് ആയിരുന്നു, ടീച്ചറായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ഫീൽ ചെയ്തു. ഞാൻ പെട്ടെന്ന് അതിനുശേഷം അബ്രോഡിലേക്ക് പോയി എൻഗേജ്ഡ് ആയി. ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി ചോദിച്ചപ്പോൾ നോർമൽ, അങ്ങനെ സ്റ്റഡീസ് ആവറേജ്. അച്ഛൻ ടീച്ചറായിരുന്നു, മെയിൻ്റെനൻസ് വർക്കിലൊക്കെ ഫീൽഡിലൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. അമ്മ ഹൗസ് വൈഫാണ്. സിൻസ് 1 ഇയർ ആയിട്ട് ഇപ്പോൾ ജോലി തേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ അമ്മയുടെ അസുഖങ്ങളും കാര്യങ്ങളും ആയിട്ട് അങ്ങനെ പോകുന്നു എന്നാണ് പറഞ്ഞത്. കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്തു തീർക്കണം, എന്നിട്ട് റെസ്റ്റ് എടുക്കണം. പിന്നെ അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും തിരിഞ്ഞു നോക്കില്ല. ഹോബീസ് മെയിനായിട്ട് ഡ്രോയിങ് ചെയ്യും, ഇഷ്ടമാണ്. ഫിലിംസ് കാണും. മെയിൻലി കാണുന്ന ടൈപ്പ് ഓഫ് ഫിലിംസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഫിലിംസ്, അഡ്വഞ്ചറസ് ടൈപ്പ് ഓഫ് ഫിലിംസ് ആണ്. പ്രാക്ടിക്കൽ അല്ലാത്ത അഡ്വഞ്ചറസ് ടൈപ്പ് ഓഫ് ഫിലിംസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ടെക്നോളജീസ് കാര്യങ്ങളുള്ള ഫിലിംസ്. ടെക്നിക്കൽ സൈഡ് പഠിച്ചാൽ കൊള്ളാം എന്നുണ്ട്. ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് സപ്പോർട്ടാണ്. സപ്പോർട്ട് വേണമെന്ന്. കാരണം നമ്മൾ എന്തെങ്കിലും അറിയാതെ തെറ്റ് ചെയ്താൽ, ബൈ ചാൻസ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എൻകറേജ് ചെയ്യുക, അങ്ങനെ ഒരാളെ വേണം. അപ്പം ചോദിച്ചു, ഇൻ കേസ് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യുക? സപ്പോർട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യുക എന്ന രീതിയിൽ മുന്നോട്ട് പോകും. പിന്നെ അതുപോലെ തന്നെ ആരെങ്കിലും ഇൻസൾട്ടഡ് ആയ രീതിയിൽ എൻ്റെ അടുത്ത് പെരുമാറി കഴിഞ്ഞാൽ മാക്സിമം കോണ്ടാക്ട് അവരായിട്ട് അവോയ്ഡ് ചെയ്യും. ആസ് യൂഷ്വലായിട്ട് അവരോട് ബിഹേവ് ചെയ്യും, എന്നാലും മനസ്സിൽ നിന്ന് അത് പോവില്ല, മനസ്സിൽ അത് കിടക്കും. ഫ്രണ്ട്സ്, വളരെ കുറച്ചേ ഉള്ളൂ. ലൈഫിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പൊതുവെ നല്ല രീതിയിൽ പോകുന്നു. എന്തെങ്കിലും ആവശ്യം വന്നാൽ എവിടെയും എത്തിപ്പെടാൻ പറ്റാത്ത ഡിസ്റ്റൻസിലാണ്. സോ ഫുൾ സ്റ്റോപ്പ് ഇട്ടു ബാക്കി എല്ലാ ബന്ധങ്ങളും ആയിട്ടെന്നാ പറഞ്ഞത്. ഇതാണ് മാം കേസ് ഉള്ളത്. ഒന്ന് റൂബ്രിക്സ് വായിക്കോ? റൂബ്രിക്സ് വായിക്കാൻ കാണാൻ പറ്റില്ല. നസീമയ്ക്ക് വായിക്കാൻ പറ്റും. റെക്ടം ഫിഷർ എടുത്തു. റെക്ടം ഫിഷർ ബേണിംഗ് പെയിൻ, റെക്ടം കോൺസ്റ്റിപ്പേഷൻ, ഡിഫിക്കൽട്ട് സ്റ്റൂൾ, മൈൻഡ്ലി ആങ്കർ ഈസിലി, മൈൻഡ്ലി ടെൻഷൻ എടുത്തു, മൈൻഡ്ലി സെൽഫ് ഡിസ്ട്രക്ഷൻ എടുത്തു, സപ്പോർട്ട് എമലറേഷനും എടുത്തു മാം. യെസ്. ഏതൊക്കെയാ മെഡിസിൻ? ആദ്യത്തെ ഒരു 10 ഏതൊക്കെയാ മെഡിസിൻ കിട്ടിയെന്നൊന്ന് പറയൂ. ഫസ്റ്റ് മെഡിസിൻ എനിക്ക് വന്നത് സെപ്പി ആയിരുന്നു. സെക്കൻഡ് വന്നിട്ട് നാട്രമ്യൂർ, പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാലികാർബ്, ഫെറം, ഗ്രാഫൈറ്റിസ്, നെക്സോമിക്ക, തൂജ, ചെമമുല, അങ്ങനെ പോകുന്നു. ഫോസ്. ഓക്കെ. അപ്പൊ ഇപ്പൊ ഇതിൽ ഏതാ മെഡിസിൻ കൊടുക്കുക? എങ്ങനെയാ അത് ഫസ്റ്റ് സ്റ്റെപ്പ് പ്രൊസീഡ് ചെയ്യുക? സെപ്പിയ വന്നിട്ടുണ്ട്, നാട്രമോർ വന്നിട്ടുണ്ട്, കാൽക്കേരിയ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാവുന്നത് എന്താന്ന് വെച്ചാല് മേ ബി മൊളസ്ക ഉണ്ടാവാം, അല്ലേ? മൊളസ്ക എന്ന് വെച്ചാൽ സെപ്പിയ മൊളസ്കയാണ്. നാട്രമ്യൂർ എന്ന് പറയുന്നത് സി റെമഡീസിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു ഇമോഷൻ ലെവലിലാണെങ്കിലും ഫിസിക്കൽ ലെവലിലൊക്കെ ആണെങ്കിലും നാട്രമ്യൂറിന്റെ സിംറ്റംസ് കൂടുതലായിട്ട് വരും. ഇതന്നെ ഉള്ളത് കാൽക്കേരിയ കാർബ്. പിന്നെ ഒരു 10th റെമഡീസ് ഞാൻ ഈ റെപ്പർട്ടൈസേഷൻ ചാർട്ടിൽ
ആദ്യത്തെ 10 റെമഡി നോക്കിയപ്പോഴും അതിൽ ഏറ്റവും കൂടുതൽ അതിൽ റെപ്രസെൻ്റ് ചെയ്തിരുന്നത് നാട്രിമൂർ ലെവല്. നമ്മളിപ്പം ഒരു സാധാരണ ഒരു ഒരു മിനിറ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഷെയറിങ് ആയോ? ആയില്ല. ആ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ ഈ ഒരു ലെവലിൽ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ കേസ് ഫർദർ മൂവ് ചെയ്യുക. എന്ന് വെച്ചാൽ റെപ്പർട്ടറൈസേഷൻ ചാർട്ട് കിട്ടി. അപ്പോൾ നമ്മളതൊരു കൃത്യമായിട്ട് മൈൻഡ് സിംറ്റംസും ആൻഡ് ഫിസിക്കൽ സിംറ്റംസ് എല്ലാറ്റിനും പ്രാധാന്യം കൊടുത്ത് റെപ്പർട്ടറൈസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് എന്ത് കൊടുക്കും? അപ്പൊ നെക്സ്റ്റ് എടുത്ത് കൊടുത്തപ്പം നാട്രോ മഗ്നീഷ്യ ഈ ഒരു ലെവലിലുള്ള മെഡിസിൻസ് എന്ന് വെച്ചാൽ റോ 3 എന്നാണ് പറയുക. റോ 3 മെഡിസിൻസ് നാട്രം, സൈലീഷ്യ, ഫോസ്ഫറസ്, സൾഫർ ഓർ പൊട്ടാസ്യം, സോഡിയം ഇതിൽ ഏതെങ്കിലും കമ്പൈൻഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ റോ 3 എലിമെന്റ്സും റോ 4 എലിമെന്റ്സും റെപ്പർട്ടറൈസേഷൻ ചാർട്ടിൽ നമ്മൾ കാണുകയാണെങ്കിൽ ഒരു പോസിബിലിറ്റി മൊളസ്ക സീരീസ് ഉള്ള മെഡിസിൻ ആവാം. അപ്പൊ ഇതിൽ റെപ്പർട്ടറൈസേഷനിൽ ഫസ്റ്റ് കിടക്കുന്നത് തന്നെ സെപ്പിയാണ്. അപ്പൊ സെപ്പിയനെ നമുക്കൊരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് എടുക്കാം. മേ ബി മൊളസ്ക, അത്രയും നമുക്ക് ഇപ്പോഴും അറിയാറായിട്ടുള്ളൂ. മേ ബി മൊളസ്ക. സോ നമുക്ക് അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് നോക്കാം. നമുക്ക് എങ്ങനെയാണ് മൊളസ്കേനെയും കാൽക്കേരിയ കാർബ്, പിന്നെ മൊളസ്കയുടെ തന്നെ മൊളസ്കയ്ക്ക് 3 ക്ലാസ്സസ് ഉണ്ട്: ബൈവാൾവ്, ഗ്യാസ്ട്രോപോഡ്, സെഫാലോപോഡ്. അപ്പോൾ ഇത്രയും മൊളസ്ക മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പേഷ്യൻറ്റിന് കറക്റ്റ് ഒരു സിമിലിമം കൊടുക്കാൻ പറ്റുക? കാരണം ഫിഷറാണ്, ഡീപ്പർ പെത്തോളജി ഉണ്ട്, സിവിയർ പെയിൻ ആണ്. അപ്പോൾ നമുക്കൊരു ചാൻസ് എടുക്കാൻ പറ്റില്ല, കറക്റ്റ് ഒരു മെഡിസിനിലേക്ക് പോകണം. അപ്പോൾ സാധാരണ ഞാൻ ചെയ്യാറ്, നമ്മൾ മിംസിൽ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ പേഷ്യൻ്റ് ഏത് റോളാണ് നോക്കും. അപ്പോൾ ഈ ഒരു കേസിൽ ഈ പേഷ്യൻ്റ് എന്താണെന്ന് വെച്ചാൽ അച്ഛൻ മരിച്ചു. അപ്പോൾ അച്ഛൻ മരിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര, അച്ഛൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വം ഈ ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം ഭയങ്കര സ്ട്രോങ് പില്ലറായിരുന്നു. ഒറ്റ മോനാട്ടോ. അപ്പോൾ ഈ ഒരു പില്ലർ പോയപ്പോൾ ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി അവർക്ക് ഡെവലപ്പ് ചെയ്തു ഈ പേഷ്യൻറ്റിന്. അപ്പോൾ ഈ ഇൻസെക്യൂരിറ്റി പ്രസൻറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അധികം വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക, പുറത്തേക്ക് പോകുമ്പോൾ പേടി, പുതിയ കാര്യങ്ങളിൽ പേടി, എല്ലാറ്റിനും പേടിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു നാട്രം ലൈൻ എന്ന് പറയുന്നത് പലപ്പോഴും എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ക്ലിങ്ങി ആയിട്ടുള്ള റെമഡീസ്, നാട്രോ മഗ്നീഷ്യം അലുമിനൊക്കെ ആരെങ്കിലും ഒരു സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഇല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുന്ന അത്ര റെമഡീസ്. ആ ഒരു പേഷ്യൻ്റ് നമ്മുടെ ക്ലിനിക്കിൽ വന്നപ്പോൾ ഭയങ്കര ഒരു സപ്പോർട്ടിങ് ആണ് അമ്മേനെയും. അപ്പോൾ അമ്മ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ നിന്ന് ഇവർ ഒരു റോ 4 കാൽസ്യം, പൊട്ടാസ്യത്തിൻ്റെയും അയണിൻ്റെ ഒക്കെ കുറച്ച് സിംറ്റംസ് വന്നിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ അച്ഛൻ മരിച്ചപ്പം ഒബ്വിയസ്ലി ഈ ആ പയ്യന് അവരുടെ കംഫർട്ട് സോൺ വിട്ടിട്ട്, എന്ന് വെച്ചാൽ അമ്മ അല്ലെങ്കിൽ ഹോം ഒക്കെ വിട്ടിട്ട് പുറമെ പോയി ജോലി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഫൈനാൻഷ്യൽ പ്രശ്നമുണ്ട്, അമ്മയെ നന്നായി നോക്കണം, ഭയങ്കര ഇങ്ങനെ വിഷമിച്ചിട്ടാണ് ആ കുട്ടി പുറമെ പോയി ജോലി ചെയ്തിരുന്നത്. അപ്പോൾ വളരെയധികം ഫാമിലി സംരക്ഷിക്കാനുള്ള ഭയങ്കരമായിട്ട് സ്ട്രോങ് വിൽ പവർ ഉണ്ട്. സോ റോ 4 ഡെഫിനറ്റ്ലി ഉണ്ട്. റോ 4 എന്ന് പറയുന്നത് പൊട്ടാസ്യം, കാൽസ്യം തുടങ്ങിയിട്ടുള്ള 18 മെഡിസിൻ, 18 മൂലകങ്ങളുടെ കോമ്പിനേഷൻ ഓഫ് മെഡിസിൻസ്. അപ്പോൾ ഒരു കേസ് കിട്ടുമ്പോൾ എനിക്ക് നാട്രം 3 ലെവലാണ് മെൻ്റൽ സിംറ്റംസ്. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ക്ലിങ്ങിനെസ് ഉണ്ട്, ഭയങ്കരമായിട്ട് ഫാമിലി എന്ന് പറയുന്നത് ഭയങ്കര ഒരു സപ്പോർട്ടീവാണ്. പുറം ലോകത്തേക്ക് പോകാൻ, പയ്യനല്ലേ, ഒരു മെയിൽ, ഒരു 25-26 ആയിട്ടുള്ള ഒരു കുട്ടിക്ക് പുറത്ത് പോയി കാര്യങ്ങൾ നടത്തുക എന്ന് പറയുന്നതൊന്നും വലിയൊരു പ്രശ്നങ്ങളല്ലല്ലോ. പക്ഷേ ഈ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നു. നല്ല ജോലി കിട്ടി പുറമേക്ക് വീടിന്ന് പുറത്തേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്റ്റിൽ അത് ഒരുവിധം ഓവർകം ചെയ്തിട്ട് അവിടെ നിന്നായിരിക്കും പെത്തോളജി സ്റ്റാർട്ട് ചെയ്തത്. വീടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പേഷ്യൻ്റ്. അപ്പോൾ റോ 4 കിട്ടി. സോ നെക്സ്റ്റ് എന്ത് ചെയ്യും? നമ്മൾ നെക്സ്റ്റ് ഏത് മെഡിസിനിലേക്ക് നമുക്ക് പോകും? ഒരു പോസിബിലിറ്റി എന്ന് വെച്ചാൽ ഫിഷേഴ്സ് ഉള്ള മെഡിസിൻസ് എടുക്കുക. റെപ്പർട്ടറൈസേഷൻ ചാർട്ടിൽ ഫിഷർ 4 മാർക്കോ 3 മാർക്കോ ഏറ്റവും കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ടുള്ളത് എടുക്കാം. അതുമല്ലെങ്കിൽ പാസ് ഹിസ്റ്ററി എല്ലാം കമ്പൈൻ ചെയ്തിട്ട് ആ പേഷ്യൻ്റ് എന്താ എടുക്കാം. ഓർ ഈ ഒരു ലെവൽ വെച്ചിട്ട് വേറെ ഏതെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ? കാരണം റോ 3 റോ 4 ഒരേപോലെ ഒരു മെഡിസിനിൽ എനിക്ക് വേണം.
രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ എൻ്റെ അടുത്ത് വന്നപ്പോഴൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആണ് പേഷ്യന്റ്. ഒരു ഭയങ്കരമായിട്ട് ഇപ്പൊ നമുക്കൊരു മിനറൽ കേസ് നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ ടു ദി പോയിന്റ് ഉത്തരങ്ങൾ പറയും, വളരെ കറക്റ്റായിട്ട് ഇന്നതാണ് അങ്ങനെ. പക്ഷെ ഈ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചോളം ലാസ്റ്റ് കരയൊക്കെ ഉണ്ടായി. 26 വയസ്സായിട്ടുള്ള പയ്യനാണ്, നല്ല പോസ്റ്റിലിരിക്കുന്ന പയ്യനൊക്കെയാണ്. പക്ഷെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ വന്നപ്പോൾ എനിക്ക് പിന്നെ ഞാൻ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി, ഇതൊരു പ്ലാന്റ് മെഡിസിൻ ആണോ വരിക? ആദ്യത്തെ 15 മിനിറ്റ്സിൽ പ്ലാന്റും ഉണ്ട്, പ്ലാന്റ്സും കുറേ ഉണ്ട്. അപ്പൊ പ്ലാന്റ് മെഡിസിൻ ആണോ വരിക? ഇതാകെ കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ വീണ്ടും ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ പ്രശ്നം എന്ന് പറയുന്നത് അച്ഛൻ മരിച്ചതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബാക്കിയുള്ളവര് അച്ഛൻ മരിച്ചിട്ട് ഞാൻ ഫാമിലി നോക്കിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവോ? രണ്ടാമത്തെ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞതാ, ബാക്കിയുള്ളവർ എന്നെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, എൻ്റെ സ്ട്രെങ്ത് നോക്കിക്കൊണ്ടിരിക്കണോ? കാരണം ഞാനാണല്ലോ ഇനി ഫാമിലി ചെയ്യുന്നുണ്ട്, ഫാമിലി നന്നായി നോക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ളവർ എന്നെ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ? അപ്പൊ ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്, പക്ഷെ ഞാൻ എപ്പോഴും ബാക്കിയുള്ളവരെ എന്നെ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കണം. ഈ ഒരു പോയിന്റിലാണ് എനിക്ക് തോന്നിയത് ഇതൊരു മൊളസ്ക കേസാണെന്ന്. സാധാരണ മൊളസ്ക കേസ് നമുക്ക് കൊടുക്കാൻ അതിൻ്റെ എൻട്രി പോയിന്റ് ശങ്കരൻ സാറിന്റെ വ്യൂ ആണ് പറയുന്നത്. നെട്രം ലൈൻ ഓഫ് മെഡിസിൻസിന്റെ നെട്രം ലൈൻ എന്ന് പറയുന്നത് ഭയങ്കര ഡിപ്പെൻഡൻസിയും ഒരു അമ്മ അച്ഛനോടുള്ള ഭയങ്കര അറ്റാച്ച്മെന്റ്, ഒരു ഭയങ്കര ഇമേജ് കോൺഷ്യസ് ഒക്കെ ആയിട്ട് തോന്നാം നമുക്ക്. റോ 3 പ്ലസ് റോ 4 എന്ന് വെച്ചാൽ കാൽസ്യം ലൈൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കുടുംബം നോക്കി ജോലി നന്നായി നോക്കുന്ന ഒരാള്, പ്ലസ് പ്ലാന്റ് സെൻസിറ്റിവിറ്റി ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കാം ആ പേഷ്യന്റ്. ഇത്രയും ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി മൊളസ്ക റെമഡീസ് നോക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് കുറച്ചുകൂടി ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് ഇതിലേതാ വരുന്നത് എന്നുള്ളത് നോക്കി വായിച്ചിട്ട് ഈ പെത്തോളജി കവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തപ്പം ചെക്ക് ചെയ്യാനുള്ള മെയിൻ പോയിന്റ് സെപ്പി ഉണ്ട് അവിടെ. സെപ്പിയാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് റെപ്പർട്ടറൈസേഷൻ ചാർട്ടിൽ. ഇനി നമുക്കൊന്ന് എങ്ങനെയാണ് എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എങ്ങനെ നമുക്ക് കാൽക്കേരിയ കാർബ് കൊടുക്കണോ, സെപ്പിയെ കൊടുക്കണോ, നാട്രിമോറി കൊടുക്കണോ, ഇതെല്ലാം ആ സ്റ്റോറിയുടെ ഓരോ പാർട്ടും ഇതെല്ലാം കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനും കൂടുതലായിട്ടൊരു ബേർഡ് വ്യൂ എന്ന് പറയില്ലേ, എന്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് മൊളസ്ക നോക്കാം. ചില മെഡിസിൻസ് ആദ്യമായിട്ടായിരിക്കാം ചിലവർ കേൾക്കുന്നത്, കുറച്ച് പേര് കേട്ടിട്ടുള്ള മെഡിസിൻസ് ആയിരിക്കും. അപ്പം ഞാൻ എല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്യില്ല, ഈ ഒരു 3 വെച്ച് കുറച്ച് ഡിഫറൻസിയേഷൻ പറഞ്ഞു തരാം. ഈ 3 പേരും ഒരുപാട് എൻ്റെ പ്രാക്ടീസിന് സഹായിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, ഇനി സെപ്പിയ, കാൽക്കേരിയ കാർബ്, മ്യൂറെക്സ്. എന്താ അതിൻ്റെ വ്യത്യാസം? ഈ 3 മെഡിസിൻസും മൊളസ്കെന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കാൽക്കേരിയ കാർബ് മിനറൽ മെഡിസിൻസ് അല്ലേ എന്ന് ചോദിക്കും. ആണ്, പക്ഷെ അതെടുത്തിരിക്കുന്നത് നമ്മുടെ ഓയിസ്റ്ററിന്റെ മിഡിൽ ലെയറിനാണ്. അപ്പം മൊളസ്കേനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം: ബൈവാൾവ്, ഗാസ്ട്രോപോഡ് ആൻഡ് സെഫാലോപോഡ്. ബൈവാൾ എന്ന് പറയുന്നത് വീനസ് മെർസിനേറിയ, ക്ലാം എന്തായിരുന്നു നസീമ മലയാളം? എന്നിപ്പോ ചോദിച്ചതാണ്. കക്ക. കോഞ്ചിയോളിനം എന്ന് പറയുന്നത് ഇന്നർ ഷെല്ലില്ലേ നമ്മുടെ ഈ കക്കയിലെ, അതിൽ കുറച്ച് ഡസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെന്നിരുന്ന് കഴിഞ്ഞിട്ട് ഉണ്ടാവുന്നത് മദർ ഓഫ് പേൾ. ദെൻ ഓയിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് മെഡിസിൻസ് അവൈലബിൾ ആണ് ഇപ്പം, എൻറ്റയർ ആ ഒരു ഇതിനെ ക്രഷ് ചെയ്തിട്ട് ഈ ക്ലാമിനെ. പിന്നെ ക്ലാമിനെ ദെൻ വരുന്നത് പെസിഫിക് ഓയിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഗ്രൂപ്പ് ഉണ്ട്, ഗിഗാസ് എന്ന് പറഞ്ഞിട്ട്. ദെൻ പെക്ടൻ ജക്കോബിയസ്, ഗ്രേറ്റ് സ്കാലോപ്പ് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് മെഡിസിൻ ഉണ്ട്. സ്കാലോപ്പ് ഉണ്ട്, മസിൽസ് ഉണ്ട്, ദെൻ ലിപ്പിഡ് മസിൽസിൽ തന്നെ ഒരു 3 ടൈപ്പ് മെഡിസിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ബൈവാൾവിൽ നമ്മൾ സാധാരണ കാൽക്കേരിയ കാർബ് കൊടുക്കുന്ന കേസസിൽ നെക്സ്റ്റ് പോസിബിലിറ്റീസും കൂടിയാണ് ഇത്രയും കാര്യങ്ങൾ ആലോചിക്കേണ്ടത്. കാരണം കാൽക്കേരിയ കാർബ് ഓയിസ്റ്ററിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കോഞ്ചിയോളിൻ എന്ന് പറയുന്നത് ഓയിസ്റ്ററിന്റെ ഇന്നർ ലെയർ ആണ്. ദെൻ ബാക്കി ആ ഒരു ഫാമിലിയിൽ പെട്ടിട്ടുള്ള ബാക്കി മെഡിസിൻസ് ആണ് സ്കാലോപ്പ്, മസിൽസ്, കല്ലുമക്കായ ഇല്ലേ, കല്ലുമക്കായ, മൈറ്റിലിസ് എഡുലിസ്, മൈറ്റിലിസ് ആണ് കല്ലുമക്കായ എന്ന് തോന്നുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, കല്ലുമക്കായ ഉണ്ട്, ഈ കക്ക ഇറച്ചി ഉണ്ട്, പേളുണ്ട്,
അപ്പൊ ഇത്രയും മെഡിസിൻസ് DD കാൽക്കേരിയ കാർബ് കൊടുക്കുമ്പോൾ കാൽക്കേരിയ കാർബിന്റെ DD ആയിട്ടും നമുക്ക് വരാം. ദെൻ ദിസ് ഇസ് ബൈവാൾ. ഇനി അടുത്തുള്ളത് അടുത്ത ഗ്രൂപ്പ് ദറ്റ് ഇസ് ഗ്യാസ്ട്രോപോഡ്. ഗ്യാസ്ട്രോപോഡിൽ മ്യൂറക്സ്, പിന്നെ മ്യൂറിസിൽ എന്ന് പറഞ്ഞാൽ സീ സ്നെയിൽസ് ആണ്. ടെക്ടസ്, ഹെലിക്സ് ടോസ്റ്റ, ഹെലിക്സ് പൊമേഷ്യ, ലാൻഡ് സ്നെയിൽ, കവറി സ്നെയിൽസ്, സിപ്രിയ എഗ്ലാക്റ്റിന, ന്യൂഡി ബ്രാഞ്ച്, പെറ്റല്ല വൾഗേറ്റ. ഇത്രയും മെഡിസിൻസ് അവൈലബിൾ ആണ്. നമ്മൾ ശരിക്കും യൂസ് ചെയ്യുന്നത് വളരെ കുറച്ചാണ് നമ്മൾ കേരളത്തിൽ യൂസ് ചെയ്യുന്നുള്ളൂ. മ്യൂറക്സ്, ഹെലിക്സ് അത് തന്നെ കോൺസ്റ്റിറ്റ്യൂഷണലി യൂസ് ചെയ്യുന്നത് വളരെ കുറവാന്ന് തോന്നുന്നു. അപ്പൊ ഇതെല്ലാം ഈ കാൽക്കേരിയ കാർബ് നമ്മൾ കുറെ അധികം കേസസിൽ കൊടുക്കുന്നുണ്ട്. സെപ്പി കുറെ അധികം കേസസിൽ കൊടുക്കുന്നുണ്ട്. നാട്രമ്യൂറൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൻ്റെയൊക്കെ DD ആയിട്ട് ഇത്രയും മെഡിസിൻസും വരാം. കാരണം ഇതെല്ലാം ഇതിൻ്റെയൊക്കെ ഒരു പാർട്ട് ഈ ഒരു മെഡിസിൻസിന്റെ ഒക്കെ സിംറ്റംസ് കയറി വരാവുന്നതാണ്. കാരണം ഇതെല്ലാം സീ വാട്ടറിൽ ഉള്ള ആനിമൽസ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ സിംറ്റംസ് എല്ലാം ഓവർലാപ്പ് ചെയ്ത് വരാം. ദെൻ സെഫാലോപോഡ്സ്. സെഫാലോപോഡ്സ് എന്ന് പറയുന്നത് കട്ടിൽ ഫിഷ്, സെപ്പിയ, ഒക്ടോപ്പസ്. ഒക്ടോപ്പസിന് 1-2 ടൈപ്പ് ഉണ്ട്. നോട്ടിലിസ്, സ്ക്വിഡ്. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. അധികം എനിക്ക് പരിചയം ഇത്രയേ ഉള്ളൂ. ബാക്കി കുറെ മെഡിസിൻസ് ഇപ്പം പ്രൂവ്ഡ് ആണ്. അപ്പോൾ മൊളസ്ക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രിയേച്ചറിന്റെ ചുറ്റും ഒരു ലെയർ. ഈ ലെയറിന്റെ ഉള്ളിലാണ് ഈ അനിമൽ ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു അനിമൽ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആണ്. തൊട്ടുമ്പോഴേക്കും നമുക്ക് അവർക്ക് ഇത് വരാം, ഈ ഒരു ഇഞ്ചുറി വരാം. ഇതെല്ലാം നമുക്ക് സിംറ്റംസ് ആയിട്ട് പേഷ്യന്റിൽ കാണാനും പറ്റും. വളരെ ചെറിയൊരു ഇതിന് വലിയൊരു ഷെല്ല്, ഈ പ്രൊട്ടക്റ്റീവ് ലെയർ. അപ്പൊ ആദ്യമൊക്കെ ഒരു വേംസിന്റെ പോലെയൊക്കെ ആയിരുന്നു ഇത്ര ഇതിന്റെ സ്ട്രക്ചർ. പിന്നെ അത് പുറമേ നിന്ന് ഇതേപോലെ വളരെയധികം ഇഞ്ചുറീസും അതുപോലെ ബാക്കി ആനിമൽസ് ഒക്കെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇവരുടെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഇവർക്ക് സർവൈവൽ മെക്കാനിസത്തിൽ പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ടായിട്ടുള്ളതുകൊണ്ടാണ് എല്ലാറ്റിനും ഈ ഷെല്ലുണ്ട്. അപ്പൊ ആക്ച്വലി ഈ ഷെല്ലിന്റെ ഘടന അനുസരിച്ചാണ് ഈ നമ്മുടെ മെഡിസിൻസിന്റെ എല്ലാം മെന്റൽ സിംറ്റംസ് വരുന്നത്. ഇപ്പം ഭയങ്കര ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ടോ, പ്രൊട്ടക്റ്റീവ് ലെയർ കുറച്ചധികം പോയി, ഇതേപോലെ. ഇപ്പം എന്ന് വെച്ചാൽ അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ക്ലാം അല്ലെങ്കിൽ ഓയിസ്റ്ററിന് 2 തിക്ക് ഒരു ഇങ്ങനെ എന്താ പറയാ, ഇത് കാണിച്ചു തരാം. ഇതുപോലെ 2 പാർട്ടായിട്ട് ഒരു നമ്മളിപ്പോൾ വാതിലടയ്ക്കണ പോലെ ഇങ്ങനെയാണ്. ഇതിന്റെ ഉള്ളിലാണ് ഈ ഒരു സോഫ്റ്റ് ബോഡി ഉള്ളത്. അപ്പൊ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ്. ഇനി അടുത്ത ഒരു ഗ്യാസ്ട്രോപോഡ് വരുമ്പോൾ സ്നെയിലാണ്. എന്നുവെച്ചാൽ ഈ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഈ പ്രൊട്ടക്ഷന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് കൂടെ കുറച്ചധികം പുറമേക്ക് വന്നു തുടങ്ങി. ഓയിസ്റ്റർ എന്ന് പറയുന്നത് ആ ഒരു ആനിമല് കംപ്ലീറ്റ്ലി ഈ ഷെല്ലിന്റെ ഉള്ളിലാണ്, പുറം ലോകം കാണുന്നില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് എവല്യൂഷനിൽ ഗ്യാസ്ട്രോപോഡ് ഡെവലപ്പ് ചെയ്തു. ഗ്യാസ്ട്രോപോഡ് വിചാരിച്ചു ഈ ഷെല്ലിന്റെ ഉള്ളിൽ മാത്രം ഇരുന്നാൽ പോരാ, കുറച്ചുകൂടി നമ്മൾ പുറത്തേക്ക് പോകണം. നെക്സ്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഷെല്ലുണ്ട്, ത്രെട്ട് തോന്നിക്കഴിഞ്ഞാൽ ഏതെങ്കിലും അനിമൽസ് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ എഗൈൻ ഈ ഷെല്ലിലേക്ക് പോയിരിക്കാം. അത് കഴിഞ്ഞിട്ട് ഉള്ള ഡെവലപ്മെന്റിൽ എന്താണെന്ന് വെച്ചാൽ സെഫാലോപോഡ്. ഈ ഷെല്ല് കുറെ അധികം പോയിട്ട് ഏറ്റവും സെപ്പിയ നമ്മുടെ കട്ടിൽ ഫിഷ്, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഉള്ളത് ഒക്ടോപ്പസ് ഒക്കെ ആയപ്പോഴേക്കും കംപ്ലീറ്റ്ലി ആ ഒരു ഷെല്ലിന്റെ പ്രൊട്ടക്ഷൻ ഇവർക്ക് ഇല്ലാതെയായി. അപ്പൊ ഈ ഒരു തിയറി വെച്ചിട്ടും നമുക്ക് ഈ ഒരു പേഷ്യന്റ് എങ്ങനെ ഈ ഒരു ലെവലിലുള്ള പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു സെപ്പി എങ്ങനെ, മ്യൂറക്സ് എങ്ങനെ, കാൽക്കേരിയ കാർബ് എങ്ങനെ, മൈൻഡ് എങ്ങനെ സിംറ്റംസ് വന്നു, നമ്മൾ സ്ഥിരം പഠിച്ചിരുന്ന സിംറ്റംസിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മൊളസ്ക എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ക്രിയേച്ചർ, പുറത്ത് ഷെല്ലുണ്ട്. ഇനി ഈ ഷെല്ല് ആദ്യം ബൈവാൾവാണ് മൊളസ്കയിൽ ആദ്യം ഉണ്ടായിട്ടുള്ള ഫസ്റ്റ് എവല്യൂഷണറി മൊളസ്ക എന്ന് പറയുന്നത് ബൈവാൾവാണ്. ദെൻ ഈ ഷെല്ല് നിന്ന് കുറച്ച് ഒരു ക്രിയേച്ചർ പുറത്തേക്ക് വരാൻ തുടങ്ങി. ദെൻ കംപ്ലീറ്റ്ലി ഷെല്ല് ഉപേക്ഷിച്ചു. ഈ 3 ലെവലിലാണ് നമ്മുടെ മൊളസ്ക കേസസും വരിക. ബൈവാൾ എന്ന് പറഞ്ഞാൽ 2 ഷെല്ലിന്റെ ഉള്ളിൽ, ഗ്യാസ്ട്രോപോഡ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ വാൾവ്ഡ് ഷെല്ലാണ്, അതിന്റെ ഉള്ളിലാണ് ഈ ഒരു ക്രിയേച്ചർ ഇരിക്കുക. 3ാമത്തെ സെഫാലോപോഡ് എന്ന് പറയുന്നത് ഇതില്
ദേ മേ ബി എക്സ്റ്റേണൽ, പുറത്തൊരു ഷെല്ല് പോലെയാണ്. നോട്ടിലിസ് എന്ന് പറയുന്നത് ഇന്റേണൽ. നോട്ടിലിസിൽ കംപ്ലീറ്റ് എക്സ്റ്റേണൽ എന്ന് വെച്ചാൽ നമ്മുടെ സെഫാലോ ഗാസ്ട്രോപോഡ് കഴിഞ്ഞ് ഫസ്റ്റ് എവല്യൂഷണറി ലെവലിൽ വരുന്ന മെഡിസിൻ ആണ് ഈ നോട്ടിലിസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നോട്ടിലിസിൽ സ്റ്റിൽ എക്സ്റ്റേണല് കുറച്ച് ഷെല്ല് കാണും. ഇതൻ കട്ടിൽ ഫിഷിൽ വരുമ്പോഴേക്കും വളരെ ഒരു റുഡിമെന്ററി ഇതുപോലെ ചെറിയൊരു ലെവലിൽ മാത്രമേ ഈ ഷെല്ല് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഒക്ടോപസ് വരുമ്പോഴേക്കും ഈ ഒരു ഷെല്ല് കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആണ്. ദെൻ നെക്സ്റ്റ് ലെവലിലേക്ക് ആ ഒരു എവല്യൂഷൻ നടക്കുന്നതാണ് പറയണത്. അപ്പോൾ മൊളസ്കയുടെ സർവൈവൽ മെക്കാനിസം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് പെട്ടെന്ന് ത്രെട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ വേഗം അവർ ഷെൽട്ടറിന്റെ ഉള്ളിൽ വന്നിട്ടിരിക്കും. അതാണ് അവരുടെ എല്ലാ മൊളസ്കയുടെയും ഒരു സർവൈവൽ മെക്കാനിസം. അപ്പോൾ ഇതില് മൊളസ്കയുടെ എബിലിറ്റി എന്ന് പറയുന്നത് ഓരോന്നിനും ഓരോ തരത്തിലാണ്. ഇതെല്ലാം ശങ്കര സാറിന്റെ ബുക്കിൽ നിന്ന് എടുത്തതാണ്. ബൈവാൾസിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ, ഇവര് ഈ ഓയിസ്റ്റർ ഒക്കെ ആണെങ്കിൽ ഈ റോക്ക്, ഈ പാറയുടെ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും അവര്. ഓയിസ്റ്റർ ആണ് ഫസ്റ്റ് വീനസ് മെർസിനേരിയ എന്ന് വെച്ചാൽ ക്ലാം ആണ് ഫസ്റ്റ്. ക്ലാം എന്ന് പറയുന്നത് ഓയിസ്റ്ററിനേക്കാളും ചെറിയൊരു ഡിഫറൻസ് അതിൽ കാണാറുള്ളൂ. ദെൻ ഓയിസ്റ്റർ ആണ് നെക്സ്റ്റ് ലെവൽ ഓഫ് അനിമൽ വരണം എന്ന് വെച്ചാൽ നെക്സ്റ്റ് എവല്യൂഷൻ വന്നിട്ട് ഓയിസ്റ്റർ വരിക. അപ്പൊ ഈ ഓയിസ്റ്റർ ഒക്കെ എന്താന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വെള്ളം മൂവ് ചെയ്യല്ലേ. അപ്പൊ അതുകൊണ്ട് അവർക്ക് ലൈഫിന് ത്രെട്ടനിങ് വരാതെ, അല്ലെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ ഇത് ഈ കൊഞ്ചില്ലേ, ഈ കൊഞ്ചല്ല ക്രാബൊക്കെ ഈ ഓയിസ്റ്ററിനെ കഴിക്കൂത്രേ. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവര് ഒരു റോക്കില് അള്ളി പിടിച്ചിരിക്കും ഓയിസ്റ്ററൊക്കെ. അപ്പോൾ അവരുടെ ഫുഡില് ഒരു പശ പോലുള്ള ഒരു സബ്സ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കട്ടി പിടിച്ചിരിക്കും. അപ്പൊ ഞാൻ ഇപ്പൊ കരുവന്തുരുത്തി ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ഇതൊക്കെ പറക്കാൻ പോണ, ഇതൊക്കെ ഇതൊക്കെ ഇപ്പൊ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കടലിൽ പോയിട്ട് എടുക്കണം. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു ഇത് എങ്ങനെയാ അത് പറക്കുക. അപ്പൊ അവർ പറഞ്ഞു നമ്മുടെ കൈ തന്നെ വേദനിക്കും ഈ ഒരു സംഭവം ഈ ഇതെന്നൊക്കെ പാറക്കെട്ടുന്ന അടർത്തി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരുടെ ഫുഡ് എന്ന് പറയുന്നത് ഇവർ അനങ്ങാത്ത തരത്തിൽ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാണ്, ഹെഡ് മൂവ് ചെയ്യും. അപ്പൊ ഇത് ഈ ഒരു സംഭവം കാരണമാണ് നമുക്ക് പ്ലാന്റ് ആണെന്ന് തോന്നാറ്. പ്ലാന്റിനും ഇങ്ങനെയാണ്, പ്ലാന്റ് സ്റ്റിക്ക് ഓൺ ചെയ്യാണ്, ബാക്കി അപ്പർ ലെയർ അല്ലേ അവരുടെ ഈ ഒരു എൻവയോൺമെന്റൽ വേരിയേഷൻസ് കാരണം മൂവ് ചെയ്യുള്ളൂ. സെയിം പോലെ ഓയിസ്റ്റർ അതെ ഭയങ്കരമായിട്ട് ഇപ്പം വെള്ളം വല്ലാണ്ട് ഇതായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഹെഡ് പാർട്ട് മാത്രം, അപ്പർ പാർട്ട് മാത്രമാണ് മൂവ്മെന്റ് ഉള്ളൂ. പിന്നെ ഇവർക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എവിടെയാണോ അവർ സർവൈവ് ചെയ്യുന്നത് അവിടെ നിന്ന് ഡിറ്റാച്ച് ആകുമ്പോൾ അവർക്കൊരു ഫിയർ ഓഫ് ഡെത്ത് അല്ലെങ്കിൽ ഒരു ഫിയർ ഓഫ് ഡേഞ്ചർ ഭയങ്കര സീരിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ദെൻ ഗാസ്ട്രോപോഡ് എന്താണെന്ന് വെച്ചാൽ പതുക്കെ പതുക്കെ ഇങ്ങനെ ക്രോൾ ചെയ്ത് പോവാണ് അവർ. അപ്പൊ ഇവരുടെ പ്രശ്നം എന്താ വെച്ചാൽ ഗാസ്ട്രോപോഡിന് ഹെവി ഷെല്ലാണ്. ഈ ഹെവി ഷെല്ല് വെച്ചിട്ടാണ് ഇവർ മൂവ് ചെയ്യണത്. ഇതും അവർക്കൊരു വലിയൊരു ട്രോമയാണ്. കാരണം അവർക്ക് സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ഹെവി ഷെല്ല് വെച്ചിട്ടാണ് ഇവർ മൂവ് ചെയ്യണത്. അപ്പൊ സെഫലോപോഡ്സ് ഭയങ്കര സ്പീഡായിട്ട് അവരുടെ മൂവ്മെന്റ് ഭയങ്കരമായിട്ട് സ്പീഡാണ്. അപ്പോൾ നമുക്ക് സെപ്പിക്ക് ഒരു ഇതുണ്ടല്ലോ, ഡാൻസ്, ഇങ്ങനത്തെ വളരെയധികമായിട്ടുള്ള മൂവ്മെന്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാന്ന് പറയുമല്ലോ. ഇതും ഈ ഒരു ഹിസ്റ്ററി, ഈ ഒരു അവരുടെ ഒരു നേച്ചറും വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം മേക്കിംഗ് സെൻസ് അല്ലേ. സെഫലോപോഡ്സിന് ഭയങ്കരമായിട്ട് മൂവ്മെന്റ് വേണം. കാരണം അവരുടെ ഫുഡ് കിട്ടുന്നത് ഈ ഒരു വാട്ടർ ഈ ഒരു ടെൻഡാക്കിൾസ് അങ്ങനെ എന്തോ സംഭവം ഉണ്ട്. അപ്പൊ അതുകൂടെ മൂവ്മെന്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് മൂവ്മെന്റ് ഉണ്ടെങ്കിലേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അവരുടെ സർവൈവൽ മെക്കാനിസം എന്ന് പറയുന്നത് ഈ ഒരു കംപ്ലീറ്റ് കണ്ടിന്യൂസ് ഒരു മൂവ്മെന്റ് വാട്ടറിൽ വേണ്ടതുകൊണ്ടാണ്. അപ്പൊ ഓരോ മൊളസ്കയ്ക്കും അവരുടെ സർവൈവൽ മെക്കാനിസം അനുസരിച്ച്, അവരുടെ ഷെല്ലിന്റെ സ്ട്രക്ചർ അനുസരിച്ച് ഓരോന്നിനും ഓരോ സ്റ്റേജ് വൈസ് നമുക്ക് എന്തായിരിക്കാം പേഷ്യന്റ് പറയുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാണുന്നുണ്ടോ? അങ്ങനെ കാണുന്നില്ലേ? വീഡിയോ കാണുന്നില്ലേ? വീഡിയോ മറ്റേ നേരത്തെ R1 R2 R3 റോ 1 റോ 2 അതാ കിടക്കും.
മാം അല്ല, ഇപ്പൊ പീരിയോഡിക് ഞാൻ ടേബിൾ തന്നെ കിടക്കുന്നത്, വേറെ അത് തന്നെ, പിന്നെ മൂവ് ചെയ്തിട്ടില്ല. അയ്യോ, ഞാൻ ഒന്നുകൂടി ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഒന്നോ വന്നു ഒരു എന്തോ കട്ട് ചെയ്യുന്ന ഒരു ഓയിസ്റ്ററിന് കാണാനുണ്ടോ? കാണുന്നുണ്ട്. മുറിച്ചെടുക്കുന്ന വീട്. ഇത് സ്നെയിലാണ്. He knows a lot about the science stuff, Professor Dave explains. As of late in this series, valves are raised under controlled conditions through part or നേരത്തെ all of കണ്ടിട്ടില്ല, their life ഓയിസ്റ്റർ cycle. കണ്ടില്ല. കണ്ടു. Kind of like aquatic farming, was a $441 million industry in the United States alone. In phylum Mollusca was originally derived from the Latin mollus, meaning soft, as a reference to their bodies, which are generally divided between the muscular head-foot portion used for locomotion, feeding, neurological ഇതാണ് control നമ്മുടെ and environmental sensing, and the protected അപ്പൊ ഇവരുടെ visceral പ്രശ്നം mass ഇത്രയും portion, വലിയ which പ്രൊട്ടക്റ്റീവ് houses ലെയർ the majority വെച്ചിട്ടാണ് of the other ഈ ഒരു organs and organ ഇത്രയും സോഫ്റ്റ് systems. ബോഡി നടക്കുന്നത്. അപ്പൊ Protecting the ഇതെല്ലാം visceral ബോഡി mass is the mantle, പെത്തോളജിസ്റ്റിക്ക് which is അവരുടെ comprised of മൈൻഡ് കൊണ്ടുപോകും. The strobing of a cuttlefish is completely mesmerizing. Its skin quickly flashing pulses of dark bands down its body that seems to perfectly hover in place. So this is sepia. അതൊക്കെ The strobing of a cuttlefish is completely mesmerizing. ഇതിൽ നോക്കുമ്പോൾ Its ഷെൽസ് skin quickly flashing pulses of dark bands down its body that seems to perfectly hover in place. ഫസ്റ്റ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിരുന്ന മെഡിസിൻ കാൽക്കേരിയ കാർബ്. അപ്പോൾ കാൽക്കേരിയ കാർബ് എടുത്തിരിക്കുന്നത് ഓയിസ്റ്റർ ആണ്. അപ്പോൾ ഓയിസ്റ്ററിന്റെ സിംറ്റംസും കാൽക്കേരിയ കാർബും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും, സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട് തന്നെയും. അപ്പോൾ അത് എങ്ങനെ പഠിക്കുക? ഓയിസ്റ്റർ എന്ന് പറയുന്നത് ബോഡി കംപ്ലീറ്റ്ലി എൻക്ലോസ്ഡ് ആണ്. ആ ഷെല്ലില് വളരെ ലോക്കോമോഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. വളരെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഈ ഒരു വാട്ടർ ഫ്ലോ വന്നു കഴിഞ്ഞാൽ മാത്രമേ അവർ ചെറുതായിട്ട് മൂവ് ചെയ്യുള്ളൂ. ഫുഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഗ്രൗണ്ട്, ഈ പാറക്കെട്ടില് കംപ്ലീറ്റ്ലി ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അതുപോലെ ഈ ഒരു കംപ്ലീറ്റ്ലി മൂവ്മെന്റ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വാട്ടർ ഫ്ലോ വരുമ്പോൾ ഈ ഒരു ആ ഒരു എന്താ പറയാ, ക്ലാമല്ലല്ലോ കക്ക, അത് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി, ഓയിസ്റ്റർ മൂവ് ആതിരിക്കാൻ വേണ്ടി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ ആണ് അത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ബയോ വാൾവ് ലൈക്ക് വീനസിന് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് വാൾവ് അല്ലേ, രണ്ട് വാൾവ് ആകുമ്പോൾ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്, ഈ ഒരു മൂവ്മെന്റ് എപ്പോഴും ഉണ്ടാവും, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്. അപ്പോൾ എന്തെങ്കിലും ഭയങ്കരമായിട്ട് ത്രെട്ട് ഔട്ട്സൈഡിൽ നിന്നുണ്ടെങ്കിൽ ഇവർ ഈ ഒരു ഷെല്ല് ഭയങ്കരമായിട്ട് ഇങ്ങനെ ക്ലോസ് ആയിട്ട് പിടിക്കും. കാരണം പുറമേ നിന്നുള്ള ഒരു ഓർഗൻ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി, ആനിമൽസും ഒക്കെ ഇവരെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് പിടിക്കുമ്പോൾ ഈ ഒരു ആനിമല് ഈ ഒരു ഷെല്ലിന്റെ ഉള്ളിലാണ് കംപ്ലീറ്റ്ലി. അപ്പൊ ഷെല്ലിന്റെ ഉള്ളിലായിരിക്കുമ്പോൾ ദെൻ നെക്സ്റ്റ് അവർക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ക്ലോസ്ട്രോഫോബിയ, കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് വേൾഡ് ആയിട്ട് ഡിറ്റാച്ച്ഡ് ആവും അവര്. അപ്പോൾ ഈ ബൈവാൾവ് എല്ലാ മെഡിസിൻസിനും ഭയങ്കരമായിട്ട് പാനിക് സിറ്റുവേഷനിലേക്ക് പേഷ്യന്റ് പോവാം. എങ്ങനെ പാനിക് സിറ്റുവേഷനിലേക്ക് പോവാന്ന് വെച്ചാൽ ഒന്ന് എന്താന്ന് വെച്ചാൽ ഔട്ട്സൈഡ് വീടിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒക്കെ ത്രെട്ടനിങ് ആണ്, എൻ്റെ ജീവിതത്തിന് ഭയങ്കരമായിട്ട് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഇവർ വീടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. ഒരുപാട് സൈക്യാട്രിക് കേസസിന് ബൈവാൾവ് എല്ലാം വരാറുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ബൈവാൾവ് കേസസും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ഫസ്റ്റ് പറയുന്ന അമ്മയൊക്കെ വന്ന് പറയുന്നത് വെച്ചാൽ കുട്ടി റൂമിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങില്ല. എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല? കുട്ടിക്ക് എല്ലാം പേടിയാണ്, എല്ലാം പേടിയാണ്. പുറം ലോകം തന്നെ ഒരു ത്രെട്ടനിങ് ഫീലാണ് ഈ കുട്ടിക്ക് വരിക. രണ്ടാമത് എന്താന്ന് വെച്ചാൽ ഈ ഒരു ഇത് ഒരു എന്തെങ്കിലും ഒരു ത്രെട്ടൻ ഫീൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇവര് ക്ലോസ്ഡ് ആവും എന്ന് പറയുമല്ലോ. ക്ലോസ്ഡ് ആവുമ്പോൾ രണ്ടാമത് പിന്നെ അവർ പറയുക ക്ലോസ്ട്രോഫോബിയ. എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ട്, ആ പേഷ്യൻറ്റിൻ്റെ സിസ്റ്റർ സൂയിസൈഡ് ചെയ്തപ്പം അപ്പം അതിന് മുന്നേ തന്നെ ഈ കുട്ടി വീടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കുള്ളൂ, ഇത്ര വീടിൻ്റെ ഉള്ളിലല്ല റൂമിൻ്റെ ഉള്ളിൽ. അപ്പൊ ഫുഡൊക്കെ
വീട്ടുകാർ അവരുടെ ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കണം. ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവച്ച ഉടനെ അമ്മ പുറത്ത് പോകണം. കാരണം അമ്മ റൂമിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് പോലും ഈ കുട്ടിക്ക് പേടിയാണ്. അമ്മ വരുന്നതുകൊണ്ടല്ല പേടി, ആരെങ്കിലും വാതിൽ തുറക്കുമ്പോൾ ഉള്ളിലേക്ക് കിടക്കുമോ എന്നുള്ള പേടി. എക്സ്ട്രീം പേടി. ഒരു 7-8 വർഷമായിട്ട് ആ കുട്ടി അങ്ങനെയാണ്. അപ്പം ഈ ഒരു സമയത്താണ് ഈ കുട്ടിയുടെ സിസ്റ്ററും ആത്മഹത്യ ചെയ്യണത്. അപ്പം ഈ ആത്മഹത്യ കൂടിയും ചെയ്തപ്പം ഈ കുട്ടി കംപ്ലീറ്റ്ലി ഒട്ടും വർത്താനം പറയാതെ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടും. എന്നുവെച്ചാൽ ചെറിയ സൗണ്ട് കേൾക്കുമ്പോഴേക്കും ആരോ വരുന്നുണ്ട് ആക്രമിക്കാൻ. അതുപോലെ ഇങ്ങനെ ഈ അടിക്കണ ശബ്ദം, സ്ക്രൂ. ഇപ്പം നമ്മൾ ഈ ഇതൊക്കെ ഉണ്ടാക്കില്ലേ, നമ്മുടെ ഇലക്ട്രീഷ്യൻ എന്താ പറയാ, സ്ക്രൂ ഒക്കെ ഇതാക്കാൻ വേണ്ടി ഒരു സൗണ്ട് ഉണ്ടാക്കില്ലേ, ആ സൗണ്ടൊക്കെ ഭയങ്കര പേടിയാണ്. എങ്ങാനും അപ്പുറത്തെ വീട്ടിലോ അല്ലെങ്കിൽ ഒരു 2-3 വീട് അപ്പുറം പോലും ഇതേപോലെ ഫർണിച്ചർക്കാരോ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻസോ ഒക്കെ വന്നിട്ടുള്ള ആ ഒരു ഡ്രില്ലിങ് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഈ കുട്ടി വീണ്ടും പാനിക് സ്റ്റേറ്റിലെത്തും, ഹോസ്പിറ്റലൈസ് ചെയ്യണം. സിവിയർ ആയിട്ടുള്ള പേടികൾ. ബൈവാൾവാണ് ആ കുട്ടിക്ക് കൊടുത്തത്, വീനസ് മെർസിനേറിയ. അപ്പോൾ ഈ ഒരു സംഭവം എവിടെ നിന്ന് വന്നു? നമ്മളിപ്പം മെറ്റീരിയൽ മെഡിക്കൽ പഠിക്കുമ്പോൾ ആക്ച്വലി ഇത് ബൈഹാർട്ട് പഠിക്കണ്ട. കാരണം എന്ന് വെച്ചാൽ ഇത് ബൈവാൾവാണ്. ബൈവാൾവ് വരുമ്പോൾ ലോക്കോമോഷൻ കുറയും. അവർക്ക് റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത്. എന്തുകൊണ്ട് റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു? അവർക്ക് പുറം ലോകം പേടിയാണ്. ആക്ച്വലി അമ്മ വന്നിട്ട് അമ്മയുടെ പിന്നാലെ കള്ളം വരുമോ അല്ലെങ്കിൽ വേറെ അവരുടെ ശത്രു വരുമെന്ന് പോലും ചിന്തിക്കണമെങ്കിൽ കംപ്ലീറ്റ്ലി ആ ഒരു 4 ചുമരിൻ്റെ ഉള്ളിൽ മാത്രമേ സെക്യൂരിറ്റി കാണുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പം ഈ കുട്ടിക്ക് തന്നെ ക്ലോസ്ട്രോഫോബിയ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ആ റൂമും സഫോക്കേഷൻ തുടങ്ങി. ദെൻ അവർ അവസാനം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് സെഡേഷൻ കൊടുത്ത് കിടക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോഴാണ് നമ്മുടെ അടുത്തേക്ക് പിന്നെ കൊണ്ടുവന്നത്. അപ്പം കൊടുത്തിട്ടുള്ളൊരു മെഡിസിൻ ആയിരുന്നു ബൈബിൾ. നല്ലോണം ആക്ഷൻ വന്നിട്ടുള്ളൊരു മെഡിസിൻ. എനിക്ക് തോന്നുന്നത് വീനസ് മെർസിനേറിയ എന്നാണ്. ഇനി കാൽക്കേരിയ കാർബ്. അപ്പോൾ ഈ ബൈവാൾവിൻ്റെ എല്ലാ ഫീച്ചേഴ്സും കാൽക്കേരിയ കാർബിൽ കാണാം. മിഡിൽ ലെയറാണ്, ഭയങ്കരമായിട്ട് പേടികൾ, പുറം ലോകം എല്ലാം വളരെയധികം പേടികൾ. പിന്നെ ബൈവാൾവാണ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു അനിമലാണ് ഈ ഷെല്ലിൻ്റെ ഉള്ളിൽ. അപ്പം ഈ ഷെല്ലിൻ്റെ ഉള്ളിലുള്ള ഈ അനിമലിന് എപ്പോഴും തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വീക്കാണ് ഞാൻ, എനിക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര വീക്കാണ്, എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല. ഇനി ഞാൻ പുറത്തേക്ക് പോയാൽ ബാക്കിയുള്ളവർ എന്നെ വാച്ച് ചെയ്യോ, എന്നെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യോ? അപ്പോൾ എനിക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ആരെങ്കിലും സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് പുറത്തു പോകാൻ പറ്റുള്ളൂ. എവരി കാൽക്കേരിയ കേസ് ഇതേപോലെ പറയാറുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള അച്ഛനായിരിക്കും, അമ്മ പോലും പോരാ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആളുണ്ടെങ്കിലേ പുറത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കാൽക്കേരിയ കാർബ് കേസസിനും ബാക്കിയുള്ളവർ എന്നെ വാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ ഈ പുറത്തേക്ക് പോകാൻ പേടിയും അതുപോലെ പുറം ലോകം പേടിയൊക്കെ ഇറ്റ്സ് നോർമൽ. പക്ഷെ അതൊരു അഡൽട്ട്ഹുഡിലെത്തുമ്പോൾ അതൊരു പെത്തോളജിക്കൽ ലെവലിലേക്ക് വരും. ഈ കാൽക്കേരിയയുടെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ വീക്ക് സൈഡാണ്. അപ്പൊ കാൽക്കേരിയ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ മിനറൽ കിങ്ഡം പഠിക്കുമ്പോൾ കാൽക്കേരിയാണ് പഠിക്കുന്നത്, സെക്കൻഡ് കോളം റോ 4 എന്നൊക്കെ പറഞ്ഞിട്ട്. കാൽക്കേരിയ കാർബൺ എന്ന് പറഞ്ഞാൽ കാർബൺ ഉണ്ടല്ലോ, കാൽക്കേരിയും കാർബണും കൂടിയിട്ടുള്ളതാണ് കാൽക്കേരിയ കാർബൺ. അപ്പൊ കാൽക്കേരിയയുടെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഭയങ്കരമായിട്ട് പുറമേ നിന്ന് ആൾക്കാർ വരുമോ, ഞാൻ ഭയങ്കര വീക്കാണ്, എന്നെ ആരെങ്കിലും ആക്രമിക്കോ. ഇതിന്റെ കാർബൺ പാർട്ട് ഉണ്ടല്ലോ, കാറ്റയോണും ആനയോണും ചേർന്ന പോലെ കാർബൺ പാർട്ടാണ് കാർബണേറ്റ്സ്. കാൽക്കേരിയയുടെ കൂടെ കാർബൺ ചേരുമ്പോഴാണ് കാൽക്കേരിയ കാർബൺ. അപ്പൊ ഇതിൽ കാർബൺ എന്ന് പറയുന്നത് നമ്മുടെ എനർജി. പെട്രോളൊക്കെ ഈ കാർബൺ അല്ലേ. അപ്പൊ ഈ എനർജി എന്ന് വെച്ചാൽ എനിക്ക് നല്ല ശക്തി വേണം. ആരോട്? ബാക്കി എനിമീസിനോട്, പുറം ലോകമൊക്കെ ശത്രുവാണല്ലോ, അവരോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ശക്തി വേണം. അപ്പൊ ഇവര് എന്തിനാണെന്നറിയോ ഈ കാൽക്കേരിയ കാർബ് കേസസ്, കാൽക്കേരിയ കാർബ് പേഷ്യൻസ് അധികം പറയാ പൈസയെ കുറിച്ചും ജോബിനെ കുറിച്ചും സെക്യൂരിറ്റിനെ കുറിച്ചാ. എന്തിനാ സെക്യൂരിറ്റി? എനിക്ക് ബാക്കിയുള്ളവരിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എൻ്റെ പവർ അല്ലെങ്കിൽ എൻ്റെ എനർജി എന്ന് പറയുന്നത് ഇത് അക്യുമുലേറ്റ് ചെയ്യുക, പൈസ അക്യുമുലേറ്റ് ചെയ്യുക, നല്ല ജോബ് ഉണ്ടാക്കുക, ഈ വക കാര്യങ്ങളാണ്. അപ്പൊ കാൽക്കേരിയ കാർബിൽ അധികം മെയിൻ ഒരു കൺസേൺ എന്ന് പറയുന്നത് പലപ്പോഴും മണി അക്യുമുലേഷൻ ആണ്. എന്തിനാണ് മണി അക്യുമുലേറ്റ് ചെയ്യുന്നത്? ബാക്കിയുള്ളവരിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ. ബാക്കിയുള്ളവരെ നമ്മുടെ പ്രൊട്ടക്ഷനാണ്, നമ്മുടെ സെക്യൂരിറ്റി തന്നെയാണ് മണി, അല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി ആയിട്ടാണ് ജോബിനെ കാണുക അവര്.
ആ എല്ലാവരും. മെയിൻ കൺസേൺ ഈ ഷെല്ല് എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷൻ ആണ്. ഇനി ഈ ഷെല്ല് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു കേസിൽ എന്താ വെച്ചാൽ ഷെല്ല് എന്ന് പറയുന്നത് ഫാദർ ആയിരുന്നു. ഈ ഫാദർ എന്നുള്ള ഫിഗർ പോകുമ്പോഴാണ് ഇവർക്ക് പെത്തോളജി സ്റ്റാർട്ട് ചെയ്യുക. ആ പ്രൊട്ടക്ഷൻ പോകുമ്പോഴാണ് പെത്തോളജി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവർക്ക് ആരോഗ്യത്തിനെ കുറിച്ച് പേടിയുണ്ടാവാം, ഫൈനാൻഷ്യൽ കാര്യങ്ങളെ കുറിച്ച് പേടിയുണ്ടാവും, ഔട്ട്സൈഡ് ത്രെട്ട് ബാക്കിയുള്ളവരൊക്കെ ത്രെട്ടായിട്ട് അവർക്ക് തോന്നാം. ഇനി കാൽക്കേരിയയിലെ കാർബൺ പാർട്ട് എപ്പോഴും ഞാൻ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എനിക്ക് കാർബണേറ്റ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് വെച്ചാൽ കാൽക്കേരിയയുടെ കൂടെ കാർബണേറ്റ് വരുമ്പോൾ ചിലപ്പം ഭയങ്കരമായിട്ട് വീക്ക്നെസ് സ്റ്റാർട്ട് ചെയ്യും. ഭയങ്കരമായിട്ട് വീക്ക്നെസ്. കാരണം നമ്മൾ ഈ ഒരു നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഫൈനാൻസ്, ജോബ് കാര്യങ്ങളാണ്. ഈ ഫൈനാൻസ്, ജോബ് എന്ന് വെച്ചാൽ മെന്റലി കുറച്ച് വീക്കാണല്ലോ അവർക്ക് ഭയങ്കര പേടിയാണല്ലോ. അപ്പോൾ ഓൾവേസ് അവർ ഈ കാർബണും കൂടെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് വീക്കായിരിക്കും. എന്നാൽ കാൽക്കേരിയ സൾഫ് ആണെങ്കിൽ സൾഫർ കുറച്ചുകൂടിയും ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആയതുകൊണ്ട് കാൽക്കേരിയ സെൽഫ് പേഷ്യൻസ് കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് തോന്നാം. കാൽക്കേരിയ കാർബന് ഭയങ്കര ലേസി ആയിരിക്കും, അവർക്ക് മൂവ്മെന്റ് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഒബീസ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും, ഭയങ്കര ലേസി ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും. അതുപോലെ ചെറിയ ചെറിയ പെയിനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴേക്കും അവർക്ക് എക്സ്ട്രീം ആയിട്ട് അതൊരു എൻഡാണ് എൻ്റെ ലൈഫ്, അതുപോലെ ഭയങ്കര സെൻസിറ്റീവ്നെസ് ടു പെയിൻ കാണിക്കും. ഈ സെൻസിറ്റീവ്നെസ് ടു പെയിൻ കാണിക്കുമ്പോൾ നമുക്കൊരു പ്ലാന്റ് ആണോ ഈ പേഷ്യൻ്റ് എന്ന് തോന്നാം. ദേ ഫീൽ ദർ സിസ്റ്റം വിൽ ബി വീക്കർ ആഫ്റ്റർ എവറി പെയിൻ. ഓരോ വേദനയുടെ എപ്പിസോഡ് വരുമ്പോഴും പേഷ്യൻസ് പറയാം ഭയങ്കരമായിട്ട് എൻ്റെ ശരീരം മൊത്തം പ്രശ്നമായി, എനിക്ക് സഹിക്കാൻ വയ്യ, സിവിയർ പെയിൻ ആണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഹെൽത്തിനോട് ഭയങ്കര ഒരു പേടി ഇവർക്ക് ഡെവലപ്പ് ചെയ്യും. ഇവര് ദി പ്രസൻസ് ഓഫ് somebody who can help, ആരെങ്കിലും ഹെൽപ്പിന് ഉണ്ടെങ്കിലാണ് അവർക്ക് അതൊരു സമാധാനം ഉണ്ടാവുക. ആരെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള സെൽഫ് വേണം. അതുപോലെ ഈ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെന്റൽ സ്റ്റാറ്റസ് കിട്ടണമെങ്കിൽ അവർക്ക് കൂടുതൽ പൈസ ഉണ്ടാവണം. ഇതൊക്കെ അവരെ സ്ട്രെങ്തൻ ചെയ്യുന്ന പോയിന്റ്സ് ആണ്. മണി വേണം. പിന്നെ ഫുഡിനോട് അവർക്ക് ഭയങ്കര ഒരു ക്രേവിങ് ആയിരിക്കും. ഫുഡ്, കാൽസ്യം എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മുടെ ബോഡിയിലുള്ള മിനറൽ അല്ലേ. അപ്പൊ ഇതിന്റെ ഏറ്റക്കുറവുകളും ഭയങ്കരമായിട്ട് ഫുഡ് ക്രേവിങ്സ് അവർക്ക് കാണിക്കും. പിന്നെ ഇവരുടെ ബാക്ക് പെയിൻ, സയാറ്റിക്ക ഇതൊക്കെ കോമൺ പോയിന്റ്സ് അല്ലേ. കാർഡിയക് കണ്ടീഷൻസ്, അർത്തിമിയ എന്നൊക്കെ കൊടുക്കാം, ക്രോണിക് ആസ്മ. ഞാൻ കുറച്ച് ഇങ്ങനത്തെ പോയിന്റ്സ് എഴുതിയെന്നുള്ളൂ. ഡീജനറേറ്റീവ് ആർത്തറൈറ്റിസ്, കാൽക്കേരിയ കാർബിന്റെ. എൻ്റെ പോയിന്റ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ കാൽക്കേരിയ കാർബ് കൊടുക്കണ കേസസ് ഓയിസ്റ്റർ ആവാം, കോഞ്ചിയോളിനം ആവാം, അതുപോലെ ബൈവാൾവ് ആയിട്ടുള്ള ഏത് കേസസും കാൽക്കേരിയ പോലെ തന്നെയാണ് പ്രസന്റ് ചെയ്യുക. അപ്പൊ എങ്ങനെയാണ് കാൽക്കേരിയ കാർബും ബൈവാൾവിലെ ഏതെങ്കിലും മെഡിസിൻസ് നമ്മൾ ബൈവാൾവ് വരെ എത്തിക്കഴിഞ്ഞാൽ അത് പെത്തോളജി നോക്കി നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാ കാൽക്കേരിയ കാർബും ബൈവാൾവും തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ ചില കേസുകൾ ഞങ്ങൾക്ക് കാൽക്കേരിയ കാർബ് തന്നെയാണ് കേസ്, നമുക്കൊന്നും വേറെ ചിന്തിക്കാനേ പറ്റുണ്ടാവാറില്ല. പക്ഷെ അതിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള അത്രയും റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഓയിസ്റ്റർ കൊടുക്കാറുണ്ട്. സെയിം അല്ലേ ഓയിസ്റ്റർ. കാൽക്കേരിയ കാർബിന് ജസ്റ്റ് മിനറൽ ഒരു പ്രസന്റേഷനേ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ വളരെ കറക്റ്റായിട്ട് കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാം. അതിൽ ഇമോഷണൽ ലെവലോ അല്ലെങ്കിൽ വേറൊരു സന്ദർഭമോ വേറൊരാളെ കുറിച്ചോ ഒന്നും പരാമർശം കേസിൽ ഉണ്ടാവില്ല. പക്ഷെ ബൈവാൾ കേസിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു അനിമൽ ബിഹേവിയറുകൾ തോന്നും. അനിമൽ ബിഹേവിയർ എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരിൽ കുറ്റങ്ങൾ കാണുക, ബാക്കിയുള്ളവർ മീ വേഴ്സസ് യു, ബാക്കിയുള്ളവർ കാരണമാണ് എൻ്റെ കാര്യങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കോമ്പറ്റ് ചെയ്യുക. നമ്മുടെ സർവൈവൽ മെക്കാനിസം ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആവുക. മിനറൽ നമ്മുടെ സർവൈവൽ മെക്കാനിസം നമ്മൾ തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ ഈ ഒരു ഡിഫറൻസ് ഭയങ്കരമായിട്ട് കാണുമ്പോൾ ഓയിസ്റ്റർ ഭയങ്കര നല്ലൊരു ഓപ്ഷനാണ്. കാൽക്കേരിയ കാർബ് കൊടുത്തു, നമുക്ക് ആ കേസ് ബെറ്റർ ആവുന്നില്ല. അപ്പൊ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ആണ് കംപ്ലീറ്റ് ബൈവാൾവ്, വീനസ് മെർസിനേരിയ, ഓയിസ്റ്റർ, അതുപോലെ പേള്, ഇതെല്ലാം വരാറുണ്ട് സാധാരണ. അതൊന്ന് നോക്കണത് നല്ലതാണ്. ദെൻ മ്യൂറക്സ് എന്ന് പറയുന്നത് ദെൻ എന്താ പറയുക, ഗാസ്ട്രോപോഡ്. അപ്പൊ ആ ഒരു വലിയ ഷെല്ലിന്റെ ഉള്ളിൽ ചെറിയ ജീവി മൂവിയാണ്. അപ്പൊ എന്താണ് അവർക്ക് തോന്നുക, ജീവിതം തന്നെ ഭയങ്കര ഭാരമായിട്ട് തോന്നും. അപ്പൊ അവർക്ക് ഈ ഒരു മൂവ് ചെയ്യുമ്പോൾ ബ്രൂയിസ്ഡ് ഫീലിംഗ്,
സോർ ഫീലിംഗ് ആസ് ഇഫ് wounded. അത് ആ ഒരു പിക്ചർ കണ്ടാൽ തന്നെ നമുക്കറിയാലോ, ആ ഒരു ഫീലിംഗ് ആ പേഷ്യന്റിന് എപ്പോഴും ഉണ്ടാവും. ഹെവിനെസ്, ബെയറിംഗ് ഡൗൺ, പുഷ്ഡ് ഔട്ട്, ഇങ്ങനത്തെ നമ്മൾ സാധാരണ അസുഖം പറയുമ്പോൾ ഇതേ തരത്തിലാണ് അവർ പറയാം. ക്രീപ്പിംഗ് സെൻസേഷൻ, ഓൾഗോൺ സിങ്കിങ് സെൻസേഷൻ, എപ്പിഗാസ്ട്രിയം, ഇതൊക്കെയാണ് മ്യൂറക്സിന്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത്. എന്തുകൊണ്ട് ഈ സിംറ്റം വരുന്നു എന്നുള്ളത് ആ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അത് ആ ഒരു അനിമല് വളരെ ബുദ്ധിമുട്ടിയിട്ടാണല്ലോ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു സിംറ്റംസ് ഒക്കെ വളരെ കൃത്യമായിട്ട് പേഷ്യന്റ് പറയും. ഈ കോൺഷ്യസ്നെസ് ഓഫ് ദി വൂമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഗർഭപാത്രത്തിൽ ആവണ ഒരു അവസ്ഥ തന്നെയല്ലേ മ്യൂറക്സ്. എന്തെങ്കിലും ഒരു ത്രെട്ട് വരുമ്പോഴേക്കും നേരെ ഷെല്ലിൻ്റെ ഉള്ളിൽ, പ്രൊട്ടക്റ്റീവ് ലെയറിൻ്റെ ഉള്ളിൽ പോകണം. അപ്പൊ ഈ ഒരു എന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിലുള്ള പോലെ ഒരു സേഫ്റ്റി എനിക്ക് വേണം. അതർ സൈഡ് അവിടുന്ന് പുറത്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പറയാൻ തുടങ്ങും പേഷ്യൻസ്. പിന്നെ ബാക്കി സിംറ്റംസ്, എക്സസീവ് ഹെമറേജ് ഫ്രം ദി യൂട്രസ്, ലാർജ് ക്ലോട്ട്സ്, ദിസ് ഇസ് കോമൺ. ഇനി ഡൺഹാമിന്റെ മെറ്റീരിയൽ മെഡിക്കല് ഒരു കേസ് ഉണ്ട്. ആ കേസിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലാർജ് സിസ്റ്റർ ഒരു ലേഡിക്ക് വന്നു, ഭയങ്കരമായിട്ട് വലുത് വന്നിട്ട് ഭയങ്കരമായിട്ട് ഹെമറേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നോട്ട് ചെയ്തിട്ടുള്ള ഒരു സിംറ്റം എന്ന് പറയുന്നത് അവർ റൂമിലേ ഇരിക്കുള്ളൂ, പുറമേക്ക് വരില്ല, ഒട്ടും പുറമേക്ക് വരില്ല. അപ്പൊ ഇദ്ദേഹം മ്യൂറക്സ് കൊടുത്തിട്ട് പെട്ടെന്ന് ആ കേസ് മാറി. അപ്പോൾ അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നത് ഈ ബൈവാളൊന്നും അത്ര അധികം ആയി തുടങ്ങിയിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും നെക്സ്റ്റ് പോസിബിൾ മെഡിസിൻ മ്യൂറക്സ് ആയിരിക്കണം. അപ്പം മ്യൂറക്സ് കൊടുത്തു, അത് മാറി എന്നുള്ളത്. അപ്പോൾ നമ്മൾ മ്യൂറക്സിന്റെ പെത്തോളജി പ്ലസ് അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ബൈവാൾവോസ് കാര്യങ്ങൾ കിട്ടാം. പ്ലസ് ഈ ഒരു സിംറ്റം എന്ന് വെച്ചാൽ പേഷ്യന്റ് കംപ്ലീറ്റ്ലി ആ ഒരു ക്ലോസ്ഡ് സ്പേസിൽ ഇരിക്കണം. എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ട് അല്ലേ? പെട്ടെന്ന് കഴിക്കുക കേട്ടോ. ദെൻ സെപ്പിയ. അപ്പൊ മ്യൂറക്സും സെപ്പിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച പോലെ സെപ്പിയയ്ക്ക് ഭയങ്കരമായിട്ട് സെക്സ് അവേർഷൻ ആണ്, മ്യൂറക്സിന് ഇൻക്രീസ്ഡ് സെക്ഷൽ ഡിസയർ ആണ്. ഈ ഒരു കാര്യം നമുക്ക് രണ്ട് തരത്തിലെടുക്കാം. ഒന്നെന്താന്ന് വെച്ചാൽ നമ്മൾ ബൈവാൾ വന്ന് ഗ്യാസ്ട്രോപോഡ് ആകുമ്പോൾ നമ്മൾ സാധാരണ നമുക്ക് മെഡിസിന് ഫെമിനൈൻ ആസ്പെക്ട് കൂടുതലുള്ള മെഡിസിനും മസ്കുലൈൻ ആസ്പെക്ട് കൂടുതലുള്ള മെഡിസിനും ഉണ്ട്. മസ്കുലൈൻ പവർ എന്ന് പറയുന്നത് എപ്പോഴും എത്ര നമ്മൾ ഫെമിനിസം പറഞ്ഞാലും മസ്കുലൈൻ പവർ എന്ന് പറഞ്ഞാൽ പുറമേ പോയി ജോലി ചെയ്യാം. അപ്പൊ ശരിക്കും പുറമേ പോയി ജോലി ചെയ്യാന്ന് പറയുന്നത് ഒരു ടഫ് ക്യാരക്ടറായിട്ട് വരണം. ഫെമിനൈൻ ക്യാരക്ടർ എന്ന് വെച്ചാൽ വീടിന്റെ ഉള്ളിൽ വീട് നന്നായി നോക്കി, മക്കളെ നന്നായി നോക്കി, അതാണ് ഫെമിനൈൻ ക്യാരക്ടർ. അപ്പൊ ഈ ഫെമിനൈൻ ക്യാരക്ടറിനാണ് അധികവും ലവ്, കെയർ, അഫെക്ഷൻസ് കൂടുതലുള്ളത്. ഫെമിനൈൻ ക്യാരക്ടറുള്ള മെഡിസിൻസിനാണ്. മസ്കുലൈൻ ക്യാരക്ടറുള്ള മെഡിസിൻസിന് പൊതുവെ വർക്ക് ഹോളിക് ആയിരിക്കും, അവർ ഭയങ്കര കൺട്രോളിങ് നേച്ചർ കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ബയോബാൾ എന്ന് പറയുന്നത് ശരിക്കും ഇൻസൈഡ് ഹോമൻ അല്ലേ, ഇൻസൈഡ് ഹോമൻ ടു മച്ച് ഫെമിനൈൻ ആണ്. എന്നാൽ പുറത്ത് പോകണം എന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവും, കാരണം ക്ലോസ്ട്രോഫോബിക് ആയി വീടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട്. നെക്സ്റ്റ് വരുമ്പോൾ മ്യൂറക്സിലേക്ക് വരുമ്പോഴേക്കും അത് ഗ്യാസ്ട്രോപോഡായി എന്ന് വെച്ചാൽ കുറച്ച് പുറത്ത് പോകാൻ ട്രൈ ചെയ്തു പോകും. സ്റ്റിൽ ഫെമിനൈൻ ക്യാരക്ടറാണ് കൂടുക എന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഈ ടെസ്റ്റോസ്റ്റെറോൺസ് ഒക്കെ കൂടുന്ന സമയമാവും. അപ്പോൾ ബ്ലീഡിങ് കൂടുതലായിട്ട് വരും. ദെൻ സെപ്പിയ. അപ്പോൾ ഈ മ്യൂറക്സിന് സെക്ഷൽ ഡിസയേഴ്സ് കൂടും കമ്പയറിങ് ടു സെപ്പിയ. സെപ്പിയ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഈ ഒരു ഷെല്ലിൽ നിന്ന് പുറത്ത് പോയി. അപ്പൊ നെക്സ്റ്റ് ഡെവലപ്മെന്റ് ആയി. അപ്പൊ അതുകൊണ്ട് അവർക്ക് മസ്കുലൈൻ ക്യാരക്ടർ കൂടുതലാണ് സെപ്പിയയ്ക്ക്. അപ്പൊ വാഷർ വുമൺ റെമഡി എന്ന് പറയുന്നത് അതിന് നെക്സ്റ്റ് സ്റ്റേജിൽ ഈ സെപ്പിയ കംപ്ലീറ്റ്ലി വീടിന്റെ ഉള്ളിൽ കംപ്ലീറ്റ്ലി ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണ്, ഔട്ട്സൈഡ് എന്ന് പറഞ്ഞിട്ട് ജീവിക്കായിരുന്നു. എവല്യൂഷണറി പ്രോസസ്സ് വന്നപ്പം സെപ്പിയയുടെ ആ ഷെല്ല് പോയപ്പം അവര് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് പോവാൻ തുടങ്ങി. അപ്പൊ ഈ ഫെമിനൈൻ നേച്ചർ കുറഞ്ഞ് മസ്കുലൈൻ നേച്ചർ വന്നു തുടങ്ങി സെപ്പിയയ്ക്ക്. അപ്പൊ ഫെമിനൈൻ നേച്ചർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ലവ്, കെയർ, അഫെക്ഷൻസ്, കുട്ടികളെ നോക്കണു, ഒരുപാട് ഇതാവണു. പക്ഷെ അവർക്കത് ഫെഡപ്പായി സെപ്പിയയ്ക്ക്. ഈ ഫെഡപ്പ് ആയപ്പോഴാണ് നമുക്ക് എന്ത് തോന്നിയത്, എപ്പോഴും പുറത്തേക്ക് പോകണം. സെപ്പിയയുടെ മൈൻഡ് എടുക്കുമ്പോൾ എപ്പോഴും പുറത്ത് പോകണം, എപ്പോഴും മൂവ്മെന്റ് വേണം, ഇതെല്ലാം വന്നു തുടങ്ങി. അപ്പോൾ സെപ്പിയയ്ക്ക് സ്കാൻഡി മെൻസസ് ആണ്. മ്യൂറക്സിന് ടു മച്ച് ഫെമിനൈൻ ആണ്, ടു മച്ച് മെൻസ്ട്രൽ ബ്ലീഡിങ്. കട്ടിംഗ് പെയിൻ ഇൻ ദ യൂട്രസ് ഗോയിങ് ടു ലെഫ്റ്റ് മാമൻ ഒരു ഇതായിട്ടുള്ള സിംറ്റം കണ്ടപ്പോൾ ഞാൻ അതിൽ എഴുതിയെന്നുള്ളൂ. സെപ്പിയ
സെഫാലോപോഡ്. സെപ്പിയ എന്ന് പറയുന്നത് കാണുന്നുണ്ടോ അത് ശരിക്കും? കാണുന്നുണ്ട്. സെപ്പിയ. യെസ്. അപ്പോൾ സെപ്പിയ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊട്ടക്റ്റീവ് ലെയർ സെപ്പിയെന്ന് പോയി. പ്രൊട്ടക്റ്റീവ് ലെയർ പോയപ്പോൾ എന്തുണ്ടായി? ശരിക്കും ഭയങ്കര പേടി, ഭയങ്കര വൾണറബിൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അവര് കുറച്ചുകൂടി വലിയ കുട്ടികളുടെ പേടികൾ കാണിക്കില്ലല്ലോ, അതേപോലെ കംപ്ലീറ്റ്ലി അത് സപ്രസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ സപ്രഷനാണ് എല്ലാ സിംറ്റംസിനും കാരണമാവുക. അതിന് ഔട്ട്സൈഡ് വേൾഡ് ആയിരിക്കും പിന്നെ അവർക്ക് ഇഷ്ടം. കാരണം ഇന്റൻസ് ക്ലോസ്ട്രോഫോബിക്ക് തോന്നി തുടങ്ങും അവരുടെ വീട്ടിൽ. ദെൻ അവർക്ക് ഔട്ട്സൈഡ് വീട് പോകണം. അപ്പോൾ ഈ ഔട്ട്സൈഡ് വീട് പോകുമ്പോൾ അവരുടെ ഒരു ചിന്ത എന്ന് വെച്ചാൽ ഞാൻ എന്തോ ഒരു കാര്യമായിട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് മസ്കുലൈൻ എന്ന് വെച്ചാൽ നമ്മളൊരു ഫസ്റ്റ് ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ലേ, ഈ ഒരു സ്കൂളിലൊക്കെ പോകുമ്പോൾ എല്ലാം ഞാനത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അതേപോലെ അവർ ഫസ്റ്റ് വേൾഡിലേക്ക് കിടക്കുമ്പോൾ എല്ലാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവർ പെർഫെക്ഷനിസ്റ്റ് ആയിട്ട് ഭാവിക്കും. കുറേ ടൂ മച്ച് വർക്ക് ചെയ്യുക, ടൂ മച്ച് ഫുഡ് ഉണ്ടാക്കുക, എന്നിട്ട് അവർക്ക് തന്നെ അത് ഫെഡപ്പായിട്ട് മാറും, ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി തോന്നും. അപ്പോൾ സെപ്പിക്ക് ഫൈബ്രോയിഡും അതുപോലെ ഗൈനക്കോളജിക്കൽ പ്രോബ്ലംസ് കൂടാൻ കാരണം അതാണ്. ഫെമിനൈൻ പാർട്ടും മസ്കുലൈൻ പാർട്ടും തമ്മിൽ ഭയങ്കരമായിട്ട് കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം അതുകൊണ്ട് സെപ്പിയ കേസസ് കൂടുതലാണല്ലോ. പെർസെപ്ഷൻ ഓഫ് എനി കൈൻഡ് ഓഫ് ത്രെറ്റ് ടു ദി ഷെൽ കോസസ് ട്രെമൻഡസ് ആങ്സൈറ്റി ആൻഡ് ഇൻസെക്യൂരിറ്റി. എന്ന് വെച്ചാൽ പുറമെ പോയി എന്ന് വെച്ചാൽ ആ ഒരു ഷെല്ലില്ല, അപ്പോഴും അവർക്ക് ഡീപ്പറായിട്ട് ഈ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ട്. ആദ്യമായിട്ട് പുറത്തേക്ക് പോകണു, കാര്യങ്ങൾ ചെയ്യണു, അതിൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ട്. എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ എക്സ്ട്രീം ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലത്തിലേക്ക് അവർ പോകും. വളരെയധികമായിട്ടുള്ള ഒരു പാനിക്കോ ആങ്സൈറ്റിയോ ഭയങ്കരമായിട്ട് ഫിയറിലേക്കൊക്കെ അവർ പോവാം. ഈ ഒരു പിന്നെ വേറെന്താന്ന് വെച്ചാൽ ഈ ഒരു പെത്തോളജിയിൽ ഇവർക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ ഡ്രില്ലിങ് സൗണ്ട്, സ്റ്റാബിങ് സൗണ്ട്, ഹാമറിങ് ഒക്കെ എല്ലാ മുളസ്ക്കും ഈ സൗണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ ഫിസിക്കൽ ഇഞ്ചുറി ഒന്ന് അവരെ ഒന്ന് തട്ടിയാൽ പോലും അവർക്ക് ഭയങ്കരമായിട്ട് ഇഞ്ചേർഡ് ആയിട്ടുള്ള ഫീലിംഗ് തോന്നും. സോഫ്റ്റ് ആയിട്ടുള്ള അനിമൽസ് അല്ലേ, അപ്പോൾ ഒന്ന് തട്ടിയാൽ പോലും ആസ് ഇഫ് കമ്പോസിറ്റിക്ക് ആർണിക്കൊക്കെ ചെറുതായിട്ടൊന്ന് തൊട്ടിയാൽ പോലും ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. സെയിം സെൻസിറ്റിവിറ്റി നമുക്ക് സെപ്പിയയിൽ കാണാൻ പറ്റും. കാരണം സെപ്പിയയിലും ഷെല്ലില്ല, ഈ ഒരു കംപ്ലീറ്റ് അനിമൽ പുറത്തേക്ക് വരികയാണ്. അപ്പം അതുകൊണ്ട് സിവിയർ പെയിൻ തോന്നും. സമയം വൈകിയോ? സമയം നമുക്ക് ചർച്ചയ്ക്കുള്ള സമയം ഇല്ലാതായി. ചർച്ചയ്ക്ക് സമയം ഇല്ല. നമുക്ക് ഇത് ഇത്രയേ ഉള്ളൂ മൊളസ്ക. ഓക്കെ, കുറച്ച് ഇനി എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്ലാസ്സിൽ കൂടെ വിശദമായി ഒന്നുകൂടി വേണമെങ്കിൽ കമ്പയർ ചെയ്ത് പറഞ്ഞ് ചർച്ചയ്ക്കുള്ള ഒരു അവസരവും കൂടെ ഉണ്ടാവും. അപ്പോഴേ ഇന്നിപ്പം ചർച്ചയ്ക്ക് സമയം ഇല്ല. ഡോക്ടർ എന്ന് പറയുന്ന ഒരു ദിവസം കൂടെ വന്ന് ഇതിനെ ഒന്നുകൂടി ഒരു കമ്പാരിസൺ അങ്ങനെ. എനിക്ക് കുഴപ്പമില്ല, കുറെ കമ്പാരിസൺ വരും ശരിക്കും ഇതില്. എനിക്ക് തോന്നുന്നു കുറെ പേര് കയറിയിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് കൂടിയാ തോന്നുന്നു. മൂന്നിനും മെയിൻ ആയിട്ടുള്ള ഫൈബ്രോയിഡ്, ഫീമെയിൽ സിംറ്റംസ് ഒക്കെ ആണെങ്കിൽ പോലും അല്ലാത്ത കുറച്ച് പ്രശ്നങ്ങളും കാണുമല്ലോ. അതൊക്കെ കൂടെ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞ് നമുക്കൊരു ചർച്ചയ്ക്കുള്ള സമയം കൂടെ വെക്കാം ഇനി ഒരു ക്ലാസ്. ആയിക്കോട്ടെ. കാരണം സമയം പോയത് അറിഞ്ഞില്ല, സമയം പെട്ടെന്ന് പോയി 10:30 ഞാനിപ്പോഴാ സമയം നോക്കണതേ. ഇനി ശരിക്കും 2-3 സ്ലൈഡേ ഉള്ളൂ, പക്ഷെ മെയിൻ ഡിഫറൻസ് ഒക്കെ അവർക്ക് മൈൻഡ് ലെവലിൽ കിട്ടിയാൽ പിന്നെ എളുപ്പമാണല്ലോ. മൈൻഡൊക്കെ നമുക്ക് ഒന്നും കൂടി ഒരു ദിവസം കൂടെ ക്ലാസ് വെച്ച് നമുക്ക് ഒന്നും കൂടി കേൾക്കാൻ ആഗ്രഹമുണ്ട്. കാരണം അതിന്റെ ആ ഒരു ഉറവിടം, അതിന്റെ ഒരു സോഴ്സിന്റെ തന്നെ ഒരുപാട് പ്രത്യേകതകൾ പറഞ്ഞു. ഒരുപാട് പ്രത്യേകതകൾ ആ സോഴ്സിന്റെ പ്രത്യേകതകൾ പോലെ തന്നെയാണ് ആ മെഡിസിന്റെ പ്രത്യേകതകളും എന്നാണ് ഡോക്ടർ ഒന്ന് പറഞ്ഞത്. അത് കറക്റ്റ് ആണ് താനും. നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എന്നെങ്കിലും കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ നമുക്ക് അതിന്റെ മെന്റൽ സ്ഫിയർ ഒക്കെ കുറച്ചും കൂടി കമ്പാരിസൺ ആവശ്യമുണ്ട്. ഒരു ക്ലാസ്സിൽ കൂടി ഡോക്ടർ വരും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഹനീഷ് ഡോക്ടർ ഉണ്ടോ? ഹനീഷ് ഡോക്ടറെ, സ്ക്രീൻ ഒന്ന് ഓഫ് ചെയ്യാമോ? ആരൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. ഷെയറിംഗ് നിർത്തിയാ പോരെ?
സ്ക്രീൻ ഷെയർ ഓഫ് ചെയ്യുക. ആയില്ലേ? ഓഫായി. ഷഫീഖ് ഡോക്ടർ ഉണ്ടോ? ഷഫീഖ് ഡോക്ടറെ? ഷഫീഖ് ഡോക്ടർ ഉറങ്ങി. അല്ല, ഷഫീഖ് ഈ ഡോക്ടർ വേറെ ഷഫീഖ് ഡോക്ടർ ഉണ്ട് അല്ലേ? ഞങ്ങളുടെ കൂട്ടത്തില് ഡോക്ടർ ഉണ്ടായിരുന്നു. അല്ല, ഇത് വേറെ ഷഫീഖ് ഡോക്ടർ. ഷഫീഖ് ഡോക്ടർ ഉണ്ടോ? ഷഫീഖ് ഡോക്ടർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പൊ എന്തായാലും വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു. ഈ 3 മെഡിസിന്റെയും ഇതിപ്പോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കമ്പാരിസൺ ഒക്കെ കേൾക്കുന്നത്. അതിന് ആ 3 മെഡിസിന്റെയും സോഴ്സിനെ കുറിച്ചുള്ള ആ ഒരു ഡിഫറൻസിയേഷനും അതിന്റെ ആ ഒരു പരിണാമത്തിലുള്ള വ്യത്യാസങ്ങളും അതുകൊണ്ട് ആ മെഡിസിനിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും ഒക്കെ വളരെ നല്ല രീതിയിൽ ഡോക്ടർ പറഞ്ഞു. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്തായാലും ഞാൻ മോഡറേറ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഡോക്ടർ ആദ്യമായിട്ടാണ് കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഡോക്ടർ വന്നതിലും നല്ല ഒരു ക്ലാസ് എടുത്തതിലും വളരെ സന്തോഷം. ഒപ്പം IFPHന്റെ പേരിലുള്ള നന്ദിയും ഡോക്ടർക്ക് രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇന്ന് ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഡോക്ടർക്ക് താങ്ക് യു ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.